ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതാണ് ഗൈസ് നോക്കൂ, നമ്മൾ അങ്ങനെ കസാക്കിസ്ഥാനിലാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ അതായത് നമ്മൾ അങ്ങനെ ഫൈനലി നമ്മുടെ വണ്ടി ഈ കാണുന്ന പാർക്കിംഗ് പ്ലേസിൽ പാർക്ക് ചെയ്ത് നമ്മളങ്ങനെ പോവുകയാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങളും ഞങ്ങളുടെ ഇവിടെയുള്ള പിള്ളേരും കൂടെ ഞങ്ങളിവിടെ വന്ന് ഈ പാർക്കിംഗ് പ്ലേസ് ചൂസ് ചെയ്ത് 30 ദിവസത്തേക്ക് 2600 ഇന്ത്യൻ മണി, ഇവിടുത്തെ ഏതാണ്ട് 14,000 12,000 14,000 വരും. അങ്ങനെ അത് കൊടുത്ത് ചൂസ് ചെയ്ത് ഞങ്ങളിവിടെ വണ്ടി ഇട്ടു. എന്നിട്ട് ഞങ്ങൾ നേരെ ഇവിടുന്ന് വണ്ടി ഇട്ടതിന് ശേഷം എയർപോർട്ടിൽ പോയി ഞങ്ങൾ അന്വേഷിച്ചു. കസ്റ്റംസിൻ്റെ അടുത്ത് പോയി, അതായത് വാഹനം ഇവിടെ ഇട്ടിട്ട് പോകുന്നതിൽ എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ഒക്കെ അന്വേഷിച്ചു. ഒരു രീതിയിലുള്ള കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങൾ ഫൈനലി ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത് ഒരു താക്കോൽ എൻ്റെ കയ്യിലും ഒരു താക്കോൽ ഇവരുടെ കയ്യിലും ഉണ്ട്. അപ്പോൾ ഇവർ എല്ലാ ആഴ്ചയിലും അല്ല 2-3 ദിവസത്തിൽ നിങ്ങൾ വന്നിട്ട് എന്ത് ചെയ്യണം, ഒന്ന് സ്റ്റാർട്ട് ആക്കണം, എന്നിട്ട് എന്ത് ചെയ്യണം, ഒന്ന് ഫ്രണ്ടിലേക്ക് എടുക്കുക, ഒന്ന് ബാക്കോട്ട് എടുക്കുക. അല്ലെങ്കിൽ വീല് ജാം ആയിപ്പോൾ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യണം. അപ്പോൾ ഇവിടെ എന്തായാലും ഫൈനലി വണ്ടി പാർക്ക് ചെയ്തു. അപ്പോൾ പുള്ളിക്കാരന് കൊടുത്തോ പുള്ളിക്കാരനൊന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞൊരു നമ്മുടെ നാട്ടിൽ ഒരു 1000 രൂപ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഒരു വലിയ പൈസയാണ്. എത്രയാടാ? ഇവിടുത്തെ 5300 ടെങ്കി വരും. അപ്പൊ അത് നമ്മളെ സംബന്ധിച്ച് നോക്കൂ, ഫൈനലി ഒന്ന് ഉറപ്പിച്ചാൽ ഇവനെ വണ്ടി ലോക്കായിരുന്നു. വണ്ടിയിലെ കുറേ കട്ടൗട്ടർ, ഫ്രിഡ്ജ്, പിന്നെ അതുപോലെയുള്ള വാഷിംഗ് മെഷീൻ, അതുപോലെ സാധനങ്ങളൊക്കെ കുറേ ഓഫാക്കാൻ ഉണ്ടായിരുന്നു. ഫ്രിഡ്ജുണ്ട് കേട്ടോ, ഫ്രിഡ്ജുണ്ട്. വണ്ടിയെല്ലാം ലോക്കായെന്നൊന്ന് ഉറപ്പ് വരുത്തുക. എന്നിട്ട് നേരെ ഇവിടുന്ന് പോവുകയാണ്. നമുക്ക് രാത്രി 8:55 ഫ്ലൈറ്റ്. നമ്മൾ എടുത്താക്കുന്ന വെയ്സ് എയർ ആണ്. അതിനൊരു പ്രശ്നമുണ്ട്. അതിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിൻ്റെ അകത്ത് ചെക്ക് ഇൻ ചെയ്യണം. അല്ലെങ്കിൽ എത്ര ഫൈനാ? 5000 രൂപ. 5000 രൂപ ഫൈനാണ്. അത് ചെയ്യണം. ഞങ്ങൾ വണ്ടിയിലെ തുണികളൊക്കെ അങ്ങനെയൊക്കെ പണി കിട്ടിയവരുണ്ട്. അപ്പോൾ ഇവർ ഓൾറെഡി ഇവിടെ പാക്കേജും സംഭവമൊക്കെ ചെയ്യുന്നുണ്ട്. ഇവർക്ക് സംഭവം അറിയാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും കസാക്കിസ്ഥാനിൽ നല്ല രീതിയിൽ വലിയ പൈസയൊന്നും ഇല്ലാതെ ബഡ്ജറ്റായിട്ട് പറഞ്ഞ് ഇവരെ കോൺടാക്ട് ചെയ്ത് നമ്പർ ഞാൻ ഇവിടെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി ഏറ്റവും കൂടുതൽ ഞാനൊരു കാര്യം പറയാം, ഏറ്റവും ചെറിയ പൈസയ്ക്ക് ഫ്ലൈറ്റ് ടിക്കറ്റിൽ വരാൻ പറ്റിയത് GCC കൺട്രിയിലുള്ളവർക്കാണ്. ഇന്ത്യ എന്നൊക്കെ വരാൻ നേരത്തെ അത്യാവശ്യം റേറ്റ് ആവും. അപ്പം GCC കൺട്രിയിൽ ഉള്ളവർ ഇങ്ങോട്ട് വരുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. കാരണം ചെറിയ പൈസയ്ക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് 6000 സംതിങ് അല്ലേ, 6000 സംതിങ് 1 വേ കിട്ടും. അങ്ങനെയാണ് സംഭവങ്ങൾ. അപ്പോൾ ഇവർ നിങ്ങളെ എല്ലാ സ്ഥലങ്ങളൊക്കെ കൊണ്ട് കാണിക്കും. ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. എന്നാലും നിങ്ങളെ പറ്റിക്കത്തില്ല, അത് ഉറപ്പാണ്. അപ്പോൾ അത്രയും കാര്യമാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു ഇവരെ ഞങ്ങൾക്ക് കിട്ടിയില്ലായിരുന്നു, ഞങ്ങൾ തെണ്ടിപ്പോയേനെ. സാറിന് യാദൃശ്യമായിട്ട് കിട്ടിയ ബന്ധമല്ല. ഇവനെ ഉറപ്പിച്ചു. കേസ് നോക്കൂ, ഒന്ന് ഉറപ്പിച്ചേക്കാം. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ അകത്ത് തുണിയൊക്കെ ഉണ്ടായിരുന്നു. ഇവരെ പിന്നെ അപ്പാർട്ട്മെൻറ്റിൽ കയറി ഞങ്ങൾ അലക്കി അവിടെ ഒരു ചാക്കിൻ്റെ അകത്ത് എടുത്ത് വെച്ചേക്കുവാണ്. പിന്നെ ഇന്നലെ നമ്മൾ പോയിട്ട് കുറച്ച് തുണി വാങ്ങിച്ചു. അതായത് ഒരു 6 ടീഷർട്ടും അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. സോക്സ് വാങ്ങിച്ചു. 10 ടീഷർട്ടും അതുപോലെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് 14 സോക്സും സംഭവമൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ അതുകൊണ്ടാണ് പോകുന്നത് കേട്ടോ. കാരണം ഞങ്ങൾക്ക് മറ്റേ തുണി അലക്കാൻ ഉണങ്ങി കിട്ടൂല എന്നൊരു ചെറിയ പേടി. യെസ്, ഞങ്ങൾ സ്റ്റാൻഡേർഡ് ആയിട്ടാട്ടോ പോകുന്നത്. എന്തായാലും ഫൈനലി എല്ലാം കൊടുത്തേപ്പിച്ച് പുള്ളിയോട് ബൈ പറഞ്ഞ് ഞങ്ങൾ പോവാണ്. നേരെ ഇവരുടെ പിന്നെ അപ്പാർട്ട്മെന്റിലേക്കാണ് പോകുന്നത്. ടാറ്റ, ബൈ ഗുഡ് ബൈ. നേരെ ഇവരുടെ അപ്പാർട്ട്മെന്റിലേക്കാണ് പോകുന്നത്. അവിടുന്ന് നമ്മൾ ടാക്സി എടുത്താണ് പോകുന്നത്. ഇവിടെ നമ്മൾ നേരെ മെട്രോയ്ക്കാണ് പോകുന്നത് കേട്ടോ. അൽമാട്ടി മെട്രോ ഉണ്ട്. പുള്ളിനൊന്ന് കണ്ട് സംസാരിച്ച് കൊടുത്തിട്ട് പോടാം. ട്രാൻസാക്ഷൻ ചെയ്ത് സംസാരിക്കുന്ന പാടാം. ആരാ അതിൻ്റെ മെയിൻ ആള്? ക്യാമ്പർ സൈറ്റുകൾക്ക് പകരം ഇവിടെ ഇതുപോലത്തെ പാർക്കിംഗ് സ്ഥലങ്ങളാണ്. അപ്പം ഞങ്ങൾ അയാളെ കണ്ട് ഒന്ന് ശ്രദ്ധിക്കണം, ഒന്ന് സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ്, കാരണം വണ്ടിക്കകത്ത് കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഇലക്ട്രിക് സാധനം മൊത്തം ഞങ്ങൾ ഇവരുടെ റൂമിൽ കയറ്റി കേട്ടോ. സാധനങ്ങൾ മൊത്തം ഇവർ റൂമിൽ കയറ്റി. തുണിയും ചാർജിന്റെ വള്ളികൾ അങ്ങനെ ചെറിയ സാധനമുള്ളൂ. കയറുന്നവന് നഷ്ടമായി. നിസാര പൈസ തുണി സാധനങ്ങളൊക്കെ ഉള്ളൂ. ഇവിടെ റഷ്യൻ വണ്ടികളും അതുപോലെയുള്ള വണ്ടികളൊക്കെ ഉണ്ട്. പാർക്ക് ചെയ്തിട്ട് പോകുന്ന മാസങ്ങളോളം പാർക്ക് ചെയ്തിട്ട് പോകുന്നവരുണ്ട്. അപ്പം നമ്മുടെ വണ്ടി ഇവിടെ ഒരു പറ്റിയ ചൂസബിളായ ഒരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇടുന്നു. ഞങ്ങൾ നേരെ പോകുന്നു. പുള്ളിനെ ഒന്ന് കാണുന്നു, സംസാരിക്കുന്നു, കാര്യങ്ങളൊക്കെ ഒന്ന് പറയുന്നു. അങ്ങനെയാണ് സെറ്റപ്പ് കേട്ടോ. പുള്ളിയോട് കാര്യങ്ങൾ പറയട്ടെ, എന്നിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ വേണ്ടി. ഗൂഗിൾ പേ, ഫോൺ പേ പോലുള്ള ഒരു സംവിധാനമാണ് ഈ ക്യാഷ് പേ എന്ന് പറയുന്ന സാധനം. ഇത് ബാങ്കിൻ്റെ ആട്ടോ. പുള്ളിയുടെ നമ്പർ അടിക്കും കേട്ടോ. എന്നിട്ട് പുള്ളി കൊടുത്തരാടാ, എന്നിട്ട് ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ മതി. പുള്ളിക്കൊരു സന്തോഷമാവും. കണ്ടോ? ഓക്കെ, താങ്ക് യു. പൈസ നോക്കൂ, പുള്ളിക്കുള്ള പൈസ കൊടുത്തു. പുള്ളിക്ക് സന്തോഷമൊക്കെ ആയി. ഞങ്ങൾ നേരെ പോവുകയാണ്. അല്ലേ, അങ്ങനെയാണോ പറയാ? ഗൈസ് 2 പേർക്കും പനിയാട്ടോ. ഇതാണോ
ഇതൊക്കെ അപ്പാർട്ട്മെന്റ് നല്ല സ്റ്റാൻഡേർഡ് ഏരിയ. പണി ഇല്ലാത്ത പോലെ അഭിനയിക്കുന്നു ഗൈസ്. അതായത് ഈ കാണുന്നൊക്കെ റെസിഡൻസ് ഏരിയകളാണ്. ഞങ്ങളുടെ പുതിയ ടീഷർട്ട് എങ്ങനെയുണ്ട്? നാട്ടിൽ എത്രയാണ്? 500 രൂപയോ? 600 രൂപ. നല്ല ക്വാളിറ്റി സാധനം കിട്ടി. നാളെ മേടിക്കാനാണ് പോയത്, പക്ഷെ അത് 10 ആയി പോയെന്ന് മാത്രമേ ഉള്ളൂ അല്ലേ. ഇനിയിപ്പോൾ ഇവിടെ ഒരു ബർഗർ കിട്ടുന്നൊരു കടയുണ്ട്, അവിടെ കയറി ബർഗർ കഴിക്കുന്നു. നേരെ പോകുന്നു. അബുദാബി ഗൈസ്. ഇവിടെ നേരെ അബുദാബിന്ന് നേരെ ഗ്രീസ്. ഞങ്ങൾക്ക് വിസയുണ്ട്, അബുദാബി വിസ അല്ല സോറി UAE വിസ. അതുകൊണ്ട് വലിയ ടെൻഷൻ അടിക്കണ്ട കേട്ടോ. ഹേയ്, നമ്മുടെ കൂടുതലുള്ള വണ്ടികളൊക്കെ പോയല്ലോ ഗൈസ്. ഈ കാണുന്നതാണ് പാർക്കിംഗ് സ്ഥലം കേട്ടോ. ഇവിടെ 24 മണിക്കൂർ സെക്യൂരിറ്റി സംഭവമൊക്കെ ഉണ്ട്. ഇവർക്ക് ഇടയ്ക്ക് വന്ന് നോക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇവിടുത്തെ ഹോസ്പിറ്റലിൽ അതുപോലെ സംഭവമാണ്. ഒരു ജീവാങ് കിടക്കുന്ന നോക്കി തീറു വണ്ടി. ഓ, എന്തൊരു ലുക്കാണോ പോയി ഗൈസ്. ഇവിടെ നിന്നാണ് നമുക്ക് നേരെ പോകേണ്ടത്. ഇവിടുന്ന് നേരെ പോകുന്നു. ഇവിടുത്തെ ഒരു പിന്നെ ഇതുണ്ട് കേട്ടോ. അതായത് അതിൻ്റെ പേരെന്നാടാ ഇവിടെ? സലാംബ്രോ എന്ന് പറഞ്ഞാൽ ചീപ്പായിട്ട് ബർഗർ കിട്ടുന്ന സ്ഥലം. അത് ഓഫർ ആയതുകൊണ്ടാ, അല്ല അത്ര ചീപ്പൊന്നും അല്ല അല്ലേ? സത്യമല്ലടാ? ഗൈസ് നോക്കൂ. അപ്പൊ അവിടെ പോയിട്ട് ഇവിടെ വരാൻ നേരത്ത് എക്സ്പെൻസീവ് ആണ്. അതെ, ആണെന്ന് ചോദിച്ചാൽ ആണ്, അതെ. അല്ലേന്ന് ചോദിച്ചാൽ അല്ല. അതിനാ അല്ലെന്ന് പറഞ്ഞാൽ ഞാൻ അല്ലെന്ന് പറയും, അതേന്ന് പറഞ്ഞാൽ അതേന്ന് പറയും. ഗൈസ് നമുക്ക് ഇവിടെ നേരെ നടന്ന് നമ്മൾ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നു. നേരെ നമ്മൾ മെട്രോയ്ക്കല്ലേ പോകുന്നത്. മെട്രോ ഇവിടെ ചീപ്പാണ് കേട്ടോ. മെട്രോ ചീപ്പാണ്. ലോകരാജ്യങ്ങളെല്ലാം അത്യാവശ്യം പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ ചീപ്പാണ്. ഗൈസ് നോക്കൂ. അപ്പം അവിടെ ചെല്ലുന്നു. അവിടുന്ന് ഞങ്ങൾ മെട്രോ എടുക്കുന്നു, നേരെ പോകുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ബാസ് ഇട്ട് വിടും കേട്ടോ. ചുമ നിൽക്കുന്നില്ല, 2 പേർക്കും പനിയാണ്, നല്ല പനിയാണ് ഗൈസ്. വേറെ ഗൈസ്, ഞങ്ങൾക്ക് 17,000 സംതിങ്ങിനാണ് ടിക്കറ്റ് കിട്ടിയത്. പക്ഷേ 10 കിലോ ലഗേജ് ഉള്ളത്. ഞങ്ങൾ എക്സ്ട്രാ എടുത്തത്. ശരിക്കും 13 ഉള്ളൂ, ലഗേജ് ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. ബഡ്ജറ്റ് എയറാണ് ഈ വെയ്സ്. പിന്നെ ഇന്നലെ ഞങ്ങൾ പോയി എയർപോർട്ടിലൊക്കെ പോയി. പിന്നെ കുറേ ഗവൺമെൻറ് ഓഫീസുകളിൽ പോയി. കാരണം വണ്ടി ഇവിടെ കസ്റ്റംസിന് സറണ്ടർ ചെയ്യണോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി. അപ്പം അതിന് പ്രശ്നമില്ല, കുഴപ്പമില്ല. അപ്പോൾ അതൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ നേരെ പോകുന്നത് കേട്ടോ. ഈ കാണുന്ന കേട്ടോ ഇവിടുത്തെ വർക്ക്ഷോപ്പുകൾ. ഇതൊക്കെ വണ്ടിപ്പണിയാണ് കേട്ടോ. അതായത് കാറുകൾ അതുപോലെ സംഭവങ്ങൾ പണിയുന്നതാണ്. വലിയ പണിയൊന്നും ഇവിടുന്ന് പ്രതീക്ഷിക്കണ്ട. ഇവിടെ മറ്റേ വെഹിക്കിൾ പണിയാ, യൂറോപ്പിൽ അതേ കാശ് ആണോ? ഞാൻ നേരത്തെ ചോദിച്ചു നോക്കിയതാ. വണ്ടിയുടെ നമ്മുടെ മറ്റേ സാധനമില്ലേ പണിയാൻ വേണ്ടി. ഞങ്ങളൊരു AC ആയിട്ടുണ്ടായിരുന്നു, പക്ഷേ നടക്കൂല. മുടിയൊക്കെ നാട്ടിച്ചെൻ്റെ വെട്ടുന്നുള്ളൂ കേട്ടോ. ഇവിടെ എങ്ങാനും പറഞ്ഞിട്ട് ഇനി വെട്ടിപ്പോയി എൻ്റെ ഈ ബ്യൂട്ടിഫുൾ താടിയൊക്കെ നഷ്ടപ്പെട്ടു പോകും. ഒന്നാമത് ഈ താടി കൊണ്ട് പിടിച്ചേക്കുന്ന അല്ലേ എലിക്കുഞ്ഞോ ഇത് പോയി കഴിഞ്ഞാൽ. ഞങ്ങൾ നേരെ നടക്കും കേട്ടോ. ഇന്ന് നല്ല രീതിയിൽ കാറ്റുണ്ട് കേട്ടോ. കാറ്റുമുണ്ട്, നല്ലൊരു തണുപ്പുണ്ട് കേട്ടോ. അപ്രോക്സിമേറ്റ് ഇന്നലെയാണ് ഒടുക്കത്തെ മഴയായിരുന്നു ഗൈസ് ഇവിടെ. 18 മേളിലല്ലേടാ ക്ലൈമറ്റ്? 18 അത്ര എങ്ങനെയാണ് കേട്ടോ ക്ലൈമറ്റ്. ഏറ്റവും ചീപ്പിന് ബർഗർ കിട്ടുന്ന സ്ഥലമാണ്. അവിടെ തിരക്ക് നോക്കി. അത് നാട്ടിലെ ഏതാണ് ഓഫറിൽ 50 രൂപയ്ക്ക് കിട്ടും. അവിടെ ഇന്നലെ ഓർഡർ ചെയ്ത സെയിം സാധനം ഗൈസ്. ഇവിടെ ഏറ്റവും ചെറിയ പൈസ എത്ര ബർഗർ ഷോപ്പ് ഇവിടെ KFC എല്ലാം ഉണ്ട്. അവിടെ ഒന്നും തിരക്കില്ല. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ തിരക്ക്. അതിന് കാരണം ഇതാണ്, ഏറ്റവും പൈസ കുറവ്. ഹലോ, യാ കൊച്ചിന് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഈ ഹൈവേ. ഇവിടെ ഈ വലിയ ബിൽഡിംഗ് ഒന്നും ഉണ്ടല്ലോ. ഇവിടെ ഈ എർത്തുള്ള പ്രശ്നം, അതായത് ഭൂചലനം അവിടെ ഉണ്ടാകുന്ന ഒരു രാജ്യമാണിത്. ഇവിടെ പിള്ളേരൊക്കെ 24 മണിക്കൂർ നമ്മളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഇവിടെ ഏറ്റവും കൂടുതൽ പിള്ളേരാട്ടോ. ഇതാണ് ഇവിടെ വന്നിട്ട് ഇനി ഇത് കഴിച്ചിട്ട് ഇന്നലെ നമ്മൾ കഴിച്ചല്ലേടാ. കിട്ടില്ല സാധനം ഇടുന്നു കേട്ടോ. ഒരു 2 ആളുടെ വയറ് അറിയാനുള്ള സാധനം ഒരെണ്ണം മേടിച്ചേ കിട്ടും. വീണ്ടും ഞാൻ കള്ളത്തരം പറയുവാണ്, ക്ഷമിക്കണം. ഒരാളുടെ വയറ് അറിയും. ഹോട്ട് ഡോഗ് മാത്രമേ ഉള്ളൂ. KFC പോടാ. ഗൈസ് നോക്ക്, KFC പോവാ, അതായിരിക്കും ബുദ്ധി. ഗൈസ് അത് ഓഫറാണ്, ഓഫറിന്റെ പരിപാടിയാണ്, അതുകൊണ്ടാണ് ഇത്ര പൈസ കുറവ് അല്ലേ. സാധനം കഴിഞ്ഞു പോയി ഗൈസ്. ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. ഇതേ ഡോഡ്ജ് 100% ചലഞ്ചർ അല്ലേ. ഗൈസ് ഇതാണ് KFC. ഇവിടെ അത്യാവശ്യം എക്സ്പെൻസീവ് ഒക്കെയാണ്. നമുക്ക് കയറി കഴിക്കാം, അല്ലാതെ വേറെ ഒന്നും നമുക്ക് പറ്റിയതില്ല കേട്ടോ. 4 ബർഗറിന് നാട്ടിലെ 3800 രൂപ. അതിലും ചീപ്പ് സലാം കേട്ടോ. എന്ത് ചെയ്യാൻ, എച്ചുകളായിപ്പോയി. ഞങ്ങൾ പോവാ കേട്ടോ. ഈ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞങ്ങൾ മെട്രോ കയറാൻ വേണ്ടി പോകട്ടോ. അതായത് കസാക്കിസ്ഥാൻ അൽമാറ്റി മെട്രോ, അണ്ടർഗ്രൗണ്ട് മെട്രോ കേട്ടോ. അപ്പോൾ ഇതിലെ നേരെ താഴോട്ട് പോകണം. താഴോട്ട് പോയിട്ട് വേണം ടിക്കറ്റ് എടുക്കാൻ വേണ്ടി. ഏതാണ്ട് നമുക്കൊരു 10 മിനിറ്റ് യാത്രയുണ്ട് കേട്ടോ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക്. നേരെ നമ്മൾ ഇതേ ഈ കാണുന്ന ഇതിലെ പോകുന്നു. നിനക്ക് അത്യാവശ്യം പനി കൂടിയോടാ ലിവിനെ? അണ്ടർഗ്രൗണ്ട് ആട്ടോ. ഈ കാണുന്ന അണ്ടർഗ്രൗണ്ട് കൂടെ നമ്മൾ നടക്കണം. ഇത് ലാസ്റ്റ് അല്ലേ? ഇത് എത്ര കിലോമീറ്റർ ഉണ്ട് മൊത്തം അറിയാവോ? അത്യാവശ്യം സ്വിച്ച് മൊത്തം കണക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നല്ലേ. ഈ കാണുന്നുണ്ടല്ലോ ഇവരുടെ കാർഡാണ്. ഈ കാർഡിൻ്റെ മെട്രോയ്ക്ക് പൈസ എടുക്കണ്ട, അല്ലെങ്കിൽ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കോയിൻ കിട്ടും. ആ കോയിനും കൊണ്ടാണ് നമ്മൾ യാത്ര ചെയ്യേണ്ടത് കേട്ടോ. എന്നാ അടിപൊളി സംഭവം കേട്ടോ. അങ്ങനെ ഉണ്ട്. ഇവർക്ക് സ്റ്റുഡന്റ് ആയതുകൊണ്ട് എല്ലാം പകുതി പൈസ ഉള്ളൂ. ആണോടാ?
സ്റ്റുഡന്റ് ആയിരുന്ന പൈസ ഇതുപോലുള്ള ആരെങ്കിലും ആണ് ഇവിടെ ചീപ്പ് എന്ന് പറഞ്ഞത്? ഒരിക്കലും ഇല്ല. ഇവിടെ പൈസയാണ്. അത്രയും പൈസ അവിടെ ഇവിടെ മറ്റേ ബാരിക്കേഡ് ഇല്ല, മറയ സംഭവമൊന്നുമില്ല കേട്ടോ. അടിപൊളി. ഇത് തന്നെ ഡൽഹി മെട്രോ കയറിയ പോലെയാണല്ലോ. ഡോറും സംഭവമൊന്നുമില്ല കേട്ടോ. അവിടെയാണ് സീറ്റ് കിട്ടുമെന്ന് നോക്കട്ടെ. ആണോ? അത് അവിടെ ഉണ്ടോ 3 സീറ്റ്. നമ്മൾ ഈ കാണുന്ന മെട്രോയ്ക്ക് വന്നിറങ്ങി. വലിയ ലുക്കുള്ള മെട്രോ ഒന്നും അല്ല കേട്ടോ, ഒരു മെട്രോ. അതായത് പിന്നെ ഈ ചില്ലും പരിപാടിയൊന്നുമില്ല. ഡയറക്റ്റ് ഇതേപോലെ ചെന്ന് കയറുന്നു, ഇറങ്ങുന്നു, കയറുന്നു, വരുന്നു. നമ്മൾ നേരെ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. ഓ, ഇത് ഓടിക്കുന്ന ആളുണ്ടോ? ഡ്രൈവറുണ്ട്, സുഗുണപ്പൻ. വണ്ടി സാധനം നേരെ പോവാ കേട്ടോ. ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങട്ടെ കേട്ടോ. അവിടെയാണ് മെട്രോ ഇറങ്ങി. അവിടുന്ന് മെട്രോ ഇറങ്ങി ഞങ്ങൾ ടാക്സി ഓടിക്കാൻ വേണ്ടി നിൽക്കട്ടെ. അതായത് ഓൺലൈൻ ആപ്പിൽ കാശ് പിടിച്ച റൂട്ടിൽ നിന്ന് കിട്ടൂല, അവര് പാഞ്ഞു. ഇതൊക്കെ ഉണ്ടല്ലോ 1991 കാലഘട്ടത്തിൽ സോവിയറ്റ് ടൈമിലൊക്കെ നിർമ്മിച്ച ടൈപ്പ് ഫ്ലാറ്റുകളാട്ടോ. ഇതൊക്കെ ആ സമയത്തുള്ള നല്ല പഴക്കമുള്ള ഫ്ലാറ്റുകളാണ്. അപ്പാർട്ട്മെന്റ് ഇവിടെ പറയുന്നത് അല്ലേ? അപ്പാർട്ട്മെന്റ് ഇവിടെ പറയുന്നത്. ഇവരൊക്കെ താമസിക്കുന്ന അപ്പാർട്ട്മെന്റ് ഈ സെയിം സെറ്റപ്പ് ആട്ടോ. അതായത് എത്ര വർഷമായിട്ട്? 30 വർഷം അല്ലേ? 89. 89 സോവിയറ്റ് ഇവിടുന്ന് പോയി. ഇത് സ്വതന്ത്ര രാജ്യമായ 91. കൈസ് നോക്കൂ, 91 പോയത്. അപ്പം ആ സമയത്തുള്ള ടാക്സി വന്നു. നല്ല ടാക്സിയാ. ഇവനെന്നാ പോകുന്നേ? കൈസ് നോക്കൂ, ഫൈനലി ടാക്സി വന്നു. നിനക്ക് ഞാൻ ഡോറ് തുറന്നു വന്നിരിക്കുന്നു. ആടാ, സൈഡൊന്നും ഇല്ലല്ലോ. വലിയ അപ്പാർട്ട്മെന്റിലെത്തി. ഇവിടെ ആയിട്ട് ഇവർ താമസിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിലൊക്കെ വന്നത് നമ്മൾ ഇവിടെയാണ്. ഇന്ന് രാവിലെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് ഇവിടെയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പാർക്ക് ചെയ്തത്. വമ്പം ഒരു വണ്ടി എടുക്കാൻ വേണ്ടി ഇരിക്കുവോ? കൈസ് നോക്കൂ. കഴിഞ്ഞ ദിവസം ഞങ്ങൾ വണ്ടി ഇട്ടതിന് നല്ല രസമായിരുന്നു കേട്ടോ. ലാസ്റ്റ് ഞങ്ങൾ വണ്ടി ഇവിടെ നിന്ന് എടുത്തോണ്ടേ വീണ്ടും തിരിച്ചുകൊണ്ട് വന്നു. ഇവിടെ ഉണ്ടല്ലോ ഇതേപോലെ കീ ഇടണം. കീ ഇട്ടാൽ മാത്രമേ തുറക്കുള്ളൂ. ഇതൊക്കെ സോവിയറ്റ് ടൈമിൽ നിർമ്മിച്ച ബിൽഡിങ്ങുകളാട്ടോ. നമ്മുടെ സാധനങ്ങളൊക്കെ ഇവർ റൂമിൻ്റെ ഉള്ളിലാണ് ഞങ്ങൾ വെച്ചാക്കണേ. അതേപോലെ തന്നെ ഡ്രസ്സൊക്കെ ഇനി ഒന്ന് അറേഞ്ച് ചെയ്യാണ്ട് അങ്ങനെയുള്ള കുറച്ച് പരിപാടികളുണ്ട് കേട്ടോ. ഇതുണ്ടോ, നേരെ ഉള്ളിൽ കയറുന്നു. ഇതുണ്ടോ, ഹായ് ഗൈസ് നോക്കി. ഇതൊക്കെ ഇനി നമുക്ക് കൊണ്ടുപോകേണ്ട ലഗേജ് സംഭവമാണ്. ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് സെറ്റപ്പ് ചെയ്യണം കേട്ടോ. ഈ കാണുന്നതാണ് വേസ് ആപ്പ്. ഇത് നമ്മൾ വേസിൽ പോകാൻ നേരത്ത് ഇത് ഇൻസ്റ്റാൾ ചെയ്ത് ഇതെല്ലാം ചെയ്യണം കേട്ടോ. കാരണം ഇവിടെ നമുക്ക് ചെറിയ പൈസക്കാണ് ടിക്കറ്റ് കിട്ടിയത്. അപ്പം ചെക്ക് ഇൻ ചെയ്യണം. എത്രക്കാട്ട് ലിവിനെ കിട്ടിയാ? 11,000 രൂപയ്ക്ക് ലഗേജ് ഇല്ലാതെ. ലഗേജ് ആയിട്ട് 18,000 രൂപയ്ക്ക്. ഗൈസ് 10 കിലോ ഒരാൾക്ക്. മറ്റേ എമിറേറ്റ്സ് ഒക്കെ 45,000 38,000 ഒക്കെയാ. എമിറേറ്റ്സിൽ ആവുക സൂപ്പർ ഫ്ലൈറ്റ് എന്നൊക്കെ എല്ലാവരും പറയും. നല്ല കാശ് കൊടുക്കണം കേട്ടോ. അതിനകത്ത് യാത്ര ചെയ്യണേൽ ബഡ്ജറ്റ് പോകുമ്പോൾ അതിൻ്റെതായ പ്രശ്നം ഉണ്ടാവും. ഇത് നിങ്ങളുടെ ഏതാ ക്ലയൻറ്റ് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? 5,000 രൂപ പെനാൽറ്റി പോയോ? ഗൈസ് അങ്ങനെയായിട്ട് ഇവർ പറഞ്ഞില്ല. ഞങ്ങളുടെയും പോയാൽ പൈസ. ഞങ്ങളുടെ ഫ്ലൈറ്റിന് വിസ വേണം കേട്ടോ. എടാ ട്രാൻസിറ്റ് വിസ അല്ല, വിസ ഉണ്ടായി പോരാടാ. അബുദാബി വിസ പോരെ? നമുക്ക് വിസയാ. ഫൈനലി ഞങ്ങൾ പോവുകയാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടുള്ള ലാസ്റ്റ് ഫോട്ടോ എടുപ്പാട്ടോ. തകർത്ത് വാരി ഫോട്ടോ. അങ്ങനെ ഞങ്ങളുടെ കയ്യിൽ അത്യാവശ്യം ലഗേജ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവരോടൊക്കെ ഞങ്ങൾ യാത്ര പറഞ്ഞ് നേരെ ആരൊക്കെ ഞങ്ങൾ എടുത്ത് വരുന്നത്? 2 പേര്. അപ്പം കാണാം കേട്ടോ. ബിലാൽ ഏതാ? ബിലാൽ ജോൺ കുരിശിങ്കൽ, രാജീവ് ഭായ്. അപ്പം കാണാം കേട്ടോ. ഞങ്ങളുടെ വണ്ടി വന്നു. ഞങ്ങളുടെ അടുത്ത് അത്യാവശ്യം ലഗേജ് ഉണ്ട്. ആകെ 20 കിലോ ഞങ്ങൾക്ക് കൊണ്ടുപോകത്തുള്ളൂ. 20 കിലോ വിത്ത് ഹാൻഡ് ബാഗ് ഇല്ലടാ അതിൻ്റെ അകത്ത്. നോക്കിയില്ലായിരുന്നോ? പൊക്കട്ടെടാ, കാണാം കേട്ടോ. അപ്പം 3 1 മാസം കഴിഞ്ഞ് വരുമ്പോൾ കാണാം കേട്ടോ. എടാ വണ്ടി ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കണം, ഇടയ്ക്കിടയ്ക്ക്. ഗൈസ് നോക്കൂ, ലഗേജ് അടുത്ത് ഡിക്കി വെക്കാം. ഡിക്കി തുറന്ന് കിട്ടുവാണെങ്കിൽ ഡിക്കിലേക്ക് സാധനങ്ങൾ വെക്കാമല്ലോ. സന്തോഷം. ഗൈസ് ഇവിടുന്ന് എയർപോർട്ടിലേക്ക് ചെളിയാവൂടാ. ഇവിടുന്ന് ഏകദേശം 45 മിനിറ്റ് നമുക്ക് എയർപോർട്ടിലേക്ക് സഞ്ചരിക്കാനുണ്ട്. അപ്പം നേരെ ഞങ്ങൾ കയറുവാണ്. എടാ പതിവ് പോലെ ഞാൻ നിനക്ക് തുറന്നു തരുന്നു. ഫൈനലി ഞങ്ങളങ്ങനെ എയർപോർട്ടിലെത്തി. ഇനിയിപ്പോൾ ഞങ്ങളുടെ ലഗേജും സംഭവങ്ങളൊക്കെ എടുക്കണം കേട്ടോ. അതിലെടുത്ത് ഇവിടുന്ന് ഇങ്ങോട്ട് കയറുക. ഇത്രേ ഉള്ളൂ കേട്ടോ. ഇറങ്ങാൻ കയറുക. ഇത് രണ്ടും ഉള്ളൂ. വേറെ പരിപാടിയൊന്നുമില്ല അല്ലേ ലിപിയ? ചെറിയ പരിപാടി ഉള്ളൂ. നേരെ കയറും. എല്ലാ സാധനം നേരത്തെ ആക്കി വെച്ചാൽ എളുപ്പമായി. എയർപോർട്ടിലെത്തി. ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. പൂർത്തി വന്ന് എല്ലാവർക്കും നമുക്ക് ഉള്ളിൽ കയറാം കേട്ടോ. അല്ലേ ലിവിനെ? അതെ, എല്ലാ സംഭവം ബാഗെല്ലാം കൊടുക്കണം. ബാഗെല്ലാം ചെക്ക് ചെയ്യുന്ന കേട്ടോ. നമ്മുടെ ബോർഡിങ്ങും തുടങ്ങിയിട്ടൊന്നുമില്ല. നല്ല സമയം എടുക്കും കേട്ടോ. ഏതാണ്ട് എത്ര മണിക്കാണ് ബോർഡിങ് തുടങ്ങുക? തുടങ്ങിയോ? വെയ്സ് ആട്ടോ നമ്മുടെ. തുടങ്ങിയിട്ടില്ല കേട്ടോ. ഇഷ്ടം പോലെ സമയമുണ്ട് കേട്ടോ. ഈ എയർപോർട്ടിൻ്റെ തന്നെ ക്യാപ്സൂൾ ഉണ്ട് കേട്ടോ. അതായത് കിടന്നുറങ്ങുന്നത്. ഇത് കൊള്ളാലോടാ. ഇത് കുറേ പേർക്ക് കിടക്കാമല്ലോ. എത്രയാടാ ഇതിന്? എത്രയാ ഇത്? ഇവിടെ ഇംഗ്ലീഷ് 3 മണിക്കൂറിന് 12,000 ഉണ്ടെങ്കിൽ 3 മണിക്കൂർ 12,000 ഉണ്ടെങ്കിൽ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല പൈസയായി. 2,000 സംതിങ് ആയി. 24 മണിക്കൂർ 30,000 ആയി. 30,000 ഉണ്ടെങ്കിൽ എന്ന് പറയുമ്പോൾ നാട്ടിൽ 6,000 സംതിങ്. വിഷയമില്ല. ഒരു തപ്പായം തന്നെ മതി.
ഫുട്പാത്തിൽ കിടക്കുക. എടാ അത് ഭയങ്കര പൈസയാണല്ലോടാ. അത്യാവശ്യം എല്ലാ സ്ഥലം എക്സ്പെൻസീവ് ആട്ടോ. എയർപോർട്ടിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലുണ്ട്. ഇവിടെ എന്തൊക്കെയോ കഴിക്കാൻ ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ മനസ്സിന് പറ്റിയൊരു സാധനം ഒന്നും കാണുന്നില്ല കേട്ടോ. എന്താണ് പറയുക. അതിൽ നമ്മുടെ ബോർഡിങ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് 8:55. ഇതാ നമുക്ക് കയറേണ്ട ഫ്ലൈറ്റ് കേട്ടോ. വളരെ സന്തോഷം. എന്നാ എന്തിന്? നമുക്ക് ഓൾറെഡി വിസ ഉണ്ടല്ലോ. നമുക്ക് എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? നോ ടെൻഷൻ. ഇതൊരു വലയേറ കേട്ടോ. ഇതുണ്ടോ ബാഗേജ് ഇങ്ങനെ 40 സെന്റിമീറ്റർ കണക്കിന്. ഇതാണ് ഞങ്ങളുടെ ലഗേജ്, ഇതാണ് ഞങ്ങളുടെ ബാഗേജിൽ നമുക്കൊന്നും പറയാനില്ല. എടാ അപ്പം നമ്മുടെ ഒരെണ്ണം നീല ബാഗ് ഭാഗ്യം ബാബാവും. ഓക്കെ ഫൈനലി ബോർഡിംഗ് പാസ് കിട്ടി. ഇതാണ് ബോർഡിംഗ് പാസ്. കമ്പനി നമ്മൾ ഇതാണ് നമ്മുടെ പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് കേട്ടോ. അപ്പോൾ ഇതെന്നെ സംബന്ധിച്ച് നമ്മൾ കണക്ഷൻ ഫ്ലൈറ്റ് ആണ് എടുത്തത്. പക്ഷേ ഇത് അവിടെ ചെന്നിട്ട് വേറെ ഫ്ലൈറ്റ് അല്ലേ? അല്ല, സെൽഫ് ട്രാൻസ്ഫറാ. ഗൈസ് അങ്ങനെയാണ് സംഭവങ്ങൾ. സത്യം പറഞ്ഞാൽ ഞങ്ങൾ 20 കിലോ എടുത്ത് ആകെ 5 കിലോ ഉള്ളൂ. വേണ്ട സാരമില്ല. എന്റെ തോളത്ത് കുറച്ച് ഉറപ്പുണ്ട്, ഇവിടെ കുറച്ച് ഉറപ്പുണ്ട്. എന്റെ സാധനം എല്ലാം പോയി അല്ലേ ഗൈസ്? അത് അതിന് അബുദാബി പോയിട്ട് നോക്കിയാൽ മതി. ഇത് എപ്പോഴാണ് എത്തുക? വെളുപ്പിനല്ലേ? 12:45 അവിടുന്ന് കയറുന്നത് ഗ്രീസിന്. നാളെ രാവിലെ ഈ ടിക്കറ്റ് എടുക്കാൻ നേരത്ത് എല്ലാവരും ശ്രദ്ധിക്കണം. ഇതിന് മറ്റേ ആപ്പ് ബുക്ക് പിന്നെ ചെക്ക് ഇൻ ചെയ്യണം. പിന്നെ അതേപോലെ നമ്മുടെ അടുത്ത് ദുബായ് വിസ ഉണ്ടായിരിക്കണം. പിന്നെ അതുപോലെ ഷെങ്കൻ വിസ ഉണ്ടായിരിക്കണം. എല്ലാ സാധനവും ഉണ്ടായിരിക്കണം. അല്ല നമുക്ക് തിരിച്ചു പോകണം. യെസ് കമാ. ഞങ്ങൾ ഇവിടെ പറഞ്ഞ് പോവാണ്. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ എന്ത് നോക്കണം? വണ്ടി നോക്കണം. താക്കളൊന്നും കയ്യിലില്ലേ? അപ്പൊ ഇവിടെ നിന്നും കയറി പോയാൽ പോരാടാ. ഓക്കെ മീറ്റ് ഓക്കെ. ടാറ്റ ഗൈസ്. നോക്കൂ ഫൈനലി ഞങ്ങൾ കയറി പോവാട്ടോ. ഇതിലാണ് നമുക്ക് ഇമിഗ്രേഷൻ ആണ്. ഇമിഗ്രേഷൻ കഴിഞ്ഞ് കാണാം കേട്ടോ. ഗൈസ് ഫൈനലി ഞങ്ങളുടെ ഇമിഗ്രേഷൻ കഴിഞ്ഞ് ഞങ്ങൾ ഉള്ളിൽ കയറി. ഇവിടെ സത്യം പറഞ്ഞാൽ വണ്ടി കസ്റ്റംസിൽ ഏൽപ്പിച്ചിട്ട് പോകണ്ട കേട്ടോ. ഞങ്ങൾ ഇന്ന് കസ്റ്റംസിന് അന്വേഷിച്ചാണ്. അപ്പം ഞങ്ങൾക്ക് വന്നപ്പം കിട്ടിയ വിസയും പിന്നെ ഇപ്പം പോകുമ്പോൾ അടിച്ചു തന്ന വിസ എക്സിറ്റ് വിസ തമ്മിൽ ആനയായിട്ട് വ്യത്യാസമുണ്ട്. ഞാൻ കാണിച്ചു തരാം. അതെ ഗൈസ് നമ്മുടെ ഈ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗ്രീസിൽ ചെന്ന് നിൽക്കും. ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീസിൽ ചെന്ന് നിൽക്കുന്നതാണ് വീഡിയോ. ശരിയാട്ടോ. ഇവിടെ പ്രൈവറ്റ് ജെറ്റ് ഉണ്ടല്ലോ. അടിപൊളി. അതറിയാടാ പൈസ ഏതോ ഒരു വലിയ പൈസക്കാരൻ ഉസ്ബെക്കിസ്ഥാൻ്റെ പ്രൈവറ്റ് ജെറ്റ് ആട്ടോ അത്. അത് ഉസ്ബെക്കിസ്ഥാനിൽ രജിസ്റ്റർ ചെയ്താക്കുന്ന സാധനം. എല്ലാം എയർ അസ്താനയുടെ ഫ്ലൈറ്റുകളാട്ടോ ഇവിടെ മൊത്തം. ഇതുണ്ടോ നമുക്ക് രാത്രിയിലാണ് ഫ്ലൈറ്റ്. അതാ വിഷയം. ഒരു എയർ ഏഷ്യ ഉണ്ട്. ഗൈസ് ഇവിടെ ഏറ്റവും കൂടുതൽ എയർ അസ്താനാണ്. നമ്മുടെ ബേസാണ്. ഇനി കാര്യം പറയാം. നമ്മുടെ ഈ ഇന്നത്തെ പരിപാടി, നമ്മുടെ ഇന്നത്തെ ഈ ഒരു യാത്ര എന്ന് വെച്ചാൽ നൈറ്റാണ്. അതായത് അൽമാട്ടിയിൽ നിന്ന് നേരെ അബുദാബിയിൽ നമുക്ക് 11 മണിക്കൂർ ലേവർ ഉണ്ട്. പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ അബുദാബിയിൽ സെൽഫ് ട്രാൻസ്ഫറാണ്. നമുക്ക് ഓൾറെഡി വിസയുണ്ട്. അവിടെ ഇറങ്ങണം. എന്നിട്ട് നമ്മൾ അടുത്തത് അബുദാബിയിൽ നിന്ന് ഗ്രീസിനുള്ള അടുത്ത ഫ്ലൈറ്റിൽ കയറണം. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ സുഹൃത്തുക്കളെ. ഞങ്ങൾ ലാഭത്തിന് പോയതാ. വിസ എടുക്കേണ്ടി വന്നു. അപ്പോൾ ഏകദേശം എല്ലാ ടിക്കറ്റിനും ഒരേ പൈസയായി. ആണോ? വലിയൊരു ലാഭത്തിന് ക്യാമറ ഓഫ് ആയി കഴിഞ്ഞാൽ എമിനിപ്പം തെറിയുന്നുണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നില്ല എങ്ങനെയാന്നുള്ളത്. എന്തായാലും ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ്. പക്ഷെ ബേസ് ഉണ്ടല്ലോ, നിങ്ങൾ ശ്രദ്ധിച്ച് വേണം ട്രാവൽ ചെയ്യല്ലടാ. ബേസിൻ്റെ അകത്ത് നമ്മൾ നിബന്ധനയാണ്. ഏത് ചീപ്പ് ഫ്ലൈറ്റ് എടുത്താലും അതിൻ്റെ അകത്ത് ഭയങ്കര നിബന്ധന. അതിൻ്റെ അടി വായിച്ചു നോക്കിയിട്ട് നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റ് അതിൻ്റെ ആപ്പൊക്കെ ഡൗൺലോഡ് ചെയ്ത് ചെക്ക് ഇൻ ചെയ്തില്ല കാശ് പോകട്ടോ. 5000 പോകും. പിന്നെ അതേപോലെ തന്നെ അബുദാബി വിസ കാണിച്ചു കൊടുക്കേണ്ടി വന്നു. എന്നാലേ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യത്തുള്ളൂ. ഞാൻ എൻ്റെ സുഹൃത്തിനെ ഒന്ന് വിളിക്കട്ടെ. പുള്ളിയുടെ 2 വർത്തമാനം പറയാൻ കേട്ടോ. ഞങ്ങളിപ്പോൾ ഉള്ളത് എയർപോർട്ടിലാട്ടോ. അതായത് ഇത് കണ്ടോ, ഇതിലേക്ക് സൂക്ഷിച്ച് നോക്കിയാൽ 1x ഇട്ട് ഇവിടെ കാറ്, ഇവിടെ ഫ്ലൈറ്റ്. ഇത് കണ്ടിട്ടാണ് ഞങ്ങൾ സംശയിച്ചേട്ടോ പെടുവോ എന്നുള്ളത്. പക്ഷെ കുഴപ്പമൊന്നുമില്ല. അതായത് ആരോടൊക്കെ പോയി ചോദിക്കുന്നുണ്ട്. നമ്മുടെ സറണ്ടർ ഒന്നും ചെയ്യണ്ട. ഞങ്ങൾ വണ്ടിയോട് വെച്ചിട്ടുണ്ട്. ഒരു പക്ഷെ നമുക്ക് ഡേറ്റ് ഉണ്ട്. വലിയ കുഴപ്പമില്ലാത്ത ഡേറ്റ് ആണ്. അപ്പം വേറെ സംഭവമുണ്ട്. അതായത് നമുക്ക് പിന്നെ സെൽഫ് ട്രാൻസാക്ഷൻ ആയതുകൊണ്ട് UAE വിസ കാണിക്കണം. അത് കാണിച്ചു. അപ്പോൾ അതുള്ളതുകൊണ്ട് കുഴപ്പമുണ്ടായില്ല. അല്ലെങ്കിൽ പെട്ടുപോയനേട്ടോ. നമ്മുടെ ടിക്കറ്റ് എല്ലാം കുളമായി പോയനെ. ഇതിപ്പോൾ നേരെ നമുക്ക് 8:55 ഇവിടുത്തെ 8:55 ഫ്ലൈറ്റ്. അവിടെ ചെല്ലാൻ നേരത്ത് അവിടുത്തെ 12 സംതിങ്ങിനാണ് ഫ്ലൈറ്റ്. അപ്പോൾ അതിനനുസരിച്ച് വേണം കാര്യങ്ങൾ നമുക്ക് നീക്കാൻ വേണ്ടി. ഞാൻ കാണുന്നതാണ് നമ്മുടെ ഗേറ്റ്. നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. ഈ ഗേറ്റ് ഇയാൾ തുറന്നു കഴിഞ്ഞാൽ അന്നപ്പം പാടെ ഞങ്ങൾ ചാടിക്കുക അല്ലേ? അത് കഴിഞ്ഞ് നമുക്ക് 11 മണിക്കൂർ ഇരിക്കണം. അവിടെ എന്തായാലും 3-6 പോകട്ടോ. സമയം ഇഷ്ടം പോലെ. 10 മിനിറ്റ് കിടന്ന് ഉറങ്ങണം അല്ലേ? ഫ്ലൈറ്റിൽ കിടന്ന് ഉറങ്ങാം അല്ലേ? നമുക്ക് സൈഡ് സീറ്റ് ഒന്നും അല്ലല്ലോ. നിനക്ക് സൈഡ് സീറ്റായി. ഒരാൾക്ക് സൈഡ് സീറ്റാ. ആണോ? ആർക്കാണ് സൈഡ് സീറ്റ്? നീ എടുത്തോ. എനിക്ക് അവസാനത്തെ. നിനക്ക് സൈഡ് അല്ല, എനിക്ക് സൈഡാ അല്ലേ? കുഴപ്പമില്ല. ഓഫീസറിന് ആകെ അറിയാവുന്ന
സിറ്റ് ഓൺ ഗോ ബാക്ക്, സിറ്റ് ഓൺ ആൻഡ് ഗോ ബാക്ക്. ഇത് തന്നെയാണ് ഇവിടെ നിന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ ചെക്ക് ഇൻ ടൈം ആയിട്ടില്ല, അല്ല ചെക്ക് ഇൻ അല്ല, നമ്മുടെ ഫ്ലൈറ്റ് ആയിട്ടില്ല. നമുക്ക് പോകാനുള്ള ഫ്ലൈറ്റ് ഇതാന്ന് തോന്നുന്നു കേട്ടോ, എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഹംഗറിയുടെ ഫ്ലൈറ്റ് ആണ്, ഹംഗറി വേസ്. പക്ഷേ ഉണ്ടല്ലോ ഇതുവരെ ഇവിടെ അബുദാബിക്കാരെ കയറ്റി വിട്ടിട്ടില്ല കേട്ടോ. ഫൈനലി അബുദാബി വിളിച്ചോട്ടോ, പോടാ. ആദ്യമായിട്ട് ഇവിടെ എയർപോർട്ട് നമുക്ക് വേണം ഇവിടുന്ന് ഏത് രാജ്യത്തോട്ട് കയറി പോകാം സിമ്പിളായിട്ട്, ഒന്നും നോക്കുന്നില്ല. പോടാ. ഫൈനലി ഞങ്ങളെ കയറ്റി വിട്ടു. ഒരു ടിക്കറ്റോ അല്ലെങ്കിൽ ഒരു സാധനമോ നോക്കുന്നില്ല. ഇവിടുന്ന് സുഖമായിട്ട് അമേരിക്കയ്ക്ക് പോകട്ടോ. അമേരിക്കയ്ക്കോ ഏത് രാജ്യത്തിനാണെങ്കിലും കിടക്കാം. തിരക്കുണ്ടോ മൊത്തം ഫുള്ളായത്. ഇതുണ്ട് ഈ ഒരു ഒറ്റ സാധനത്തിന് ഞങ്ങൾ കുടുങ്ങിപ്പോയതോ. ഗൈസ് എനിക്ക് കിട്ടിയേക്കുന്ന കൊച്ചിയിലും ഇവന് കിട്ടിയേക്കുന്ന കൊയിലാണ്ടിലോ. എനിക്ക് 18. നിനക്ക് അതിന്റെ സംഭവം അറിയോ? ആ മറ്റേ പൈസ കൊടുത്ത് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയാണ് അവർ 33B. അതായത് സീറ്റ് സെലക്ട് ചെയ്യണേൽ $10 കൊടുക്കണം കേട്ടോ. ഞങ്ങൾ ഗ്രീസിനുള്ളത് സീറ്റ് സെലക്ട് ചെയ്തു. ഇത് സത്യം പറഞ്ഞാൽ ഭയങ്കര മാണക്കേസാട്ടോ. കാരണം സീറ്റ് സെലക്ട് ചെയ്യുന്ന പൈസ കൊടുക്കണം, എക്സ്ട്രാ പിന്നെ ലഗേജിന് പൈസ കൊടുക്കണം, പിന്നെ സൈസൊക്കെ ഉണ്ട് കൊണ്ടുവരുന്ന സാധനങ്ങൾക്ക്, പിന്നെ ട്രാൻസിറ്റ് വിസ മസ്റ്റാണ്. ഈ ബേസിന് യാത്ര ചെയ്യാൻ ആരെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ട് ചിന്തിച്ചോളാം, ട്രാൻസിറ്റ് വിസ എടുക്കണം കേട്ടോ. ഇതെന്താ നേരം വെളുത്തോ? അല്ലെ ലൈറ്റ് ആണോ? ആ ലൈറ്റാന്ന് തോന്നുന്നു. എൻ്റെ മൂലയും കോണും തുമ്പൊക്കെ കണ്ടിട്ട് ബോയിങ് ആണെന്ന് തോന്നുന്നു കേട്ടോ. ബോയിങ്ങാടാ, ബോയിങ് ആണെന്നാണ് എൻ്റെ വിശ്വാസം, എനിക്കറിയത്തില്ല കേട്ടോ. എന്ത് അത് പിന്നെ എയർബസ് ആട്ടോ, അതായത് എയർസ്താനാ. എയർസ്താന അത് എയർബസ്. അത് എയർബസ് ആട്ടോ, കിട്ടുന്ന സാധനം. ഇത് പുതിയതാട്ടോ. എല്ലാവരും എയർബസിൻ്റെ ആൾക്കാരാണ്. എൻ്റെ ഫ്രണ്ട് കണ്ടായിരുന്നു, ഫ്രണ്ട് കണ്ടതിൻ്റെ കറക്റ്റ് അറിയാൻ പറ്റും കേട്ടോ, എയർബസ് ആണോ ഏതാണെന്നുള്ളത്. കയറി കൈ തന്നു. ഓ ഇത് ഇനിയും പോകണ്ട കേട്ടോ. ഇവിടെയായിരുന്നു ചെക്കിങ് അല്ലേടാ. 33B അല്ലേ നോക്കട്ടെ. ഇനിയും പോകണ്ട കേട്ടോ. ഫൈനലി നമ്മൾ ഫ്ലൈറ്റിൽ കയറി കേട്ടോ. ബോയിങ് തന്നെ കണ്ടറിയാം, ബോയിങ് തന്നെ കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ട്. ഇന്നത് ബിസിനസ് ക്ലാസ് ഇല്ലെന്ന് ആരോടാ പറഞ്ഞത്. ഓ ഗൈസ് നോക്കൂ, ഫൈനലി സീറ്റ് കിട്ടി. ലിബി ഏറ്റവും ബേക്കിലാട്ടോ, 33 ഞാൻ 18 ഇനിയിപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. പ്രത്യേകിച്ചൊന്നും കാണാനില്ല, ഇതുകൊണ്ട് ഇരുട്ടാണ്. ഗ്ലാസും വലിയ ഗുണമൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കാം കേട്ടോ. എന്നാ തിരക്കാന്ന് നോക്കി. വലിയ മണ്ടത്തരമായ തീരുമാനമായിക്കോട്ടെ ഈ ഫ്ലൈറ്റ്. അത് അഡ്ജസ്റ്റ് ചെയ്യുന്ന ലിവർ പോലും ഇല്ല, സീറ്റ് പോലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ലിബിൻ ബഡ്ജറ്റ് നോക്കിയെടുത്ത ഫ്ലൈറ്റാണ്. തിരിച്ച് ഇങ്ങോട്ടുള്ള നല്ല ഫ്ലൈറ്റ് ആട്ടോ, ഗൾഫ് എയർ ആണ്. അങ്ങോട്ടുള്ള ലോക പരാജയമായി പോയതാണ്. ഇത് ഭയങ്കര നഷ്ടം കേട്ടോ. സീറ്റ് എടുക്കണം, എക്സ്ട്രാ പൈസ കൊടുക്കണം. പിന്നെ അതേപോലെ തന്നെ ചെക്കിൻ, അതായത് ആപ്പിൽ ചെക്കിൻ ചെയ്തതിൽ 5000 ഫൈൻ. പിന്നെ ലഗേജിന് എക്സ്ട്രാ പൈസ. ഞങ്ങൾ ഏതാണ്ട് ലഗേജൊക്കെ എടുത്തതിന് വലിയ പൈസ കേട്ടോ. 5000 എങ്ങനെയാണ് 10 കിലോയ്ക്ക്. ഒന്നും കാണാനൊന്നുമില്ല കേട്ടോ. എന്തായാലും ഇപ്പോൾ ഒന്നും കാണാനില്ല. കറക്റ്റ് അബുദാബി ചെന്ന് ഇറങ്ങുമ്പോൾ കാണാം കേട്ടോ. ഇതുണ്ടോ ഇവിടെ ഒരു എയർസ്ഥാന ഒരു ഫ്ലൈറ്റ് ഉണ്ട്, വേറെ ഒന്നുമില്ല കേട്ടോ. ഒരു എയർബസ് A321 നാരോജെറ്റ് നിയോ, പുതിയ സാധനം കേട്ടോ. അത് നോക്കൂ, ഫൈനലി അങ്ങനെ അൽമാട്ടി എയർപോർട്ടിനോട് വിട പറഞ്ഞ് പോവാ കേട്ടോ. ഫ്ലൈറ്റ് അബുദാബിയിലെത്തി, ഞങ്ങൾ ഇറങ്ങി കേട്ടോ. ലിബി ബേക്കിൽ ഒരാണ്ട് വെയിറ്റ് ചെയ്യുക. ലിബി ബേക്കിൽ നിന്ന് ഒരാണ്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ, എന്നിട്ടാണ് ഇറങ്ങാൻ വേണ്ടി. ഞങ്ങളങ്ങനെ അബുദാബി എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഒരു തേങ്ങയും കേൾക്കത്തില്ല, ഭയങ്കര സൗണ്ട് കേട്ടോ. എത്തിയാദിൻ്റെ ഫ്ലൈറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടെ ഒരു എയർ ഇന്ത്യ ഉണ്ട്, എയർ ഇന്ത്യ. ഞങ്ങൾ എന്തായാലും നേരെ ഇവിടെ കയറും കമ്പൊക്കെ ചെയ്തിട്ടുണ്ട്, നേരെ പോവാ കേട്ടോ. വെയ്സ് എടാ വെയ്സ് ദുബായിയുടെ ആണോ? മലയാളിയാ? ഇവിടെ വെച്ചൊരു മലയാളി ചേട്ടനെ കണ്ടു. ഈ കാണുന്ന സാധനം ഞാൻ വിചാരിച്ച ഹംഗറിയുടെ ആണ് കേട്ടോ, പക്ഷെ അല്ല, ഇത് UAE തന്നെ സാധനം, അബുദാബിയുടെ പോലും. ഞങ്ങളെ പുറത്തിറങ്ങി ഒരു വിഷയമുണ്ട്. ആളുണ്ട് അബുദാബിയിൽ ആളുണ്ട്. ഇത് കൂടുതൽ തിരക്ക് ദുബായിലായിരിക്കും. ഞങ്ങൾ പുറത്തിറങ്ങി. എന്നെ സംബന്ധിച്ചല്ലേ, നമ്മൾ വന്ന ഫ്ലൈറ്റിന് സെൽഫ് ട്രാൻസ്ഫർ ഉള്ളൂ, ഓട്ടോ ട്രാൻസ്ഫർ ഇല്ല. ഈ കമ്പനി അത് തരൂല. അതും പോയിട്ട് എക്സിറ്റ് അടിച്ചിട്ട് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങണം. എന്നിട്ട് ഇപ്പം പോകുന്ന വഴിക്കറിയാമല്ലോ, ഇവിടുന്ന് ഇറങ്ങിയിട്ട് വീണ്ടും കയറണം. നമ്മുടെ ബാഗേജ് എല്ലാം കൊണ്ട് പോയി അബുദാബിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത ഫ്ലൈറ്റിന് വേണ്ടി ഇനിയും ചെക്ക് ഇൻ ചെയ്യണം. അടുത്ത ഫ്ലൈറ്റ് എത്ര മണിക്കാ? ഇനി 12 മണിക്കല്ലേ അല്ലേ? 1 മണിക്കോ 2 മണിക്കോ? 2 മണിക്കാട്ടോ അടുത്ത ഫ്ലൈറ്റ്. ഫൈനലി ഞങ്ങൾ എക്സിറ്റ് അടിച്ച് പുറത്തിറങ്ങി. അതായത് നമുക്ക് 2:45 ഫ്ലൈറ്റ്. ഇനി നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്. 12:30 എൻ്റെ ഓട്ടോ ട്രാൻസ്ഫർ നടന്നു. എൻ്റെ പാസ്പോർട്ടിന് ഓട്ടോ ഇല്ലാത്തവർ നടന്നില്ല. ഇവൻ്റെ മാനുവലായിട്ട് നടന്നു. ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ എക്സിറ്റ് അടിക്കാതെ എയർപോർട്ടിൽ ഇരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞ് എക്സിറ്റ് അടിക്കാം കേട്ടോ. 2:40 ഇനിയും ഗുസ്തി നടക്കുകയുള്ളൂ. അത് ഗ്രീസിനുള്ളതാണ്. ദൈവത്തെ ഓർത്ത് വെയ്സിന് വരുന്ന ആരും പിന്നെ സെൽഫ് ട്രാൻസ്ഫർ വിസ ഇല്ലാതെ ഇറങ്ങിയാക്കില്ലല്ലേ വിസ. രണ്ടിലേതിലൊന്നും എടുക്കണം. പിന്നെ വെയ്സ്
സീറ്റിന് വേറെ പൈസ, പിന്നെ പുഷ് ബാക്ക് ഇല്ല. ഇങ്ങനെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പോലും പറ്റുന്നില്ലായിരുന്നു. ആക്ച്വലി കുറച്ച് നേരം ഇവിടെ ഇരുന്ന് ചിലവഴിക്കട്ടെ. ഞങ്ങൾക്ക് രണ്ടും ഭയങ്കര ശക്തമായ പനിയാണ്, ചെവി അടഞ്ഞു പോയി, കിളി പോയിട്ടോ. ആ കിളി ഇതുവരെ വന്നിട്ടില്ല, എലിയ പോയതാ. മിസ് നോക്കൂ, ഫൈനലി ഞാനും ലിവിനും ഇതുകൊണ്ടോ ഈ കാണുന്ന ഇവിടെ ആട്ടോ കിടന്നുറങ്ങിയ. അത്യാവശ്യം കുഴപ്പമില്ല, വന്നിട്ട് ഉറങ്ങി. നല്ല ഏസിയാണ്, നല്ല തണുപ്പ് കേട്ടോ. ഇത് തൊട്ടിവിടെ ഗൈസ്, തൊട്ടപ്പുറം ലിബിനുണ്ട് കേട്ടോ. ഗൈസ് ഞങ്ങൾ എലീറ്റ് കേട്ടോ. അബുദാബിയിൽ ഭയങ്കര ഫ്ലൈറ്റ് കുറവ്, ഒറ്റ മനുഷ്യ കുഞ്ഞിൽ നോക്കി എക്സിറ്റ് അടിക്കുന്ന ഏരിയ അല്ലടാ. നമ്മൾ വന്ന പിന്നെ 3 ഫ്ലൈറ്റും കണ്ടുള്ളൂ അല്ലേ? 3 ഫ്ലൈറ്റിന്റെ ബാഗ് വന്നു. ഗൈസ് നോക്കും, ഞാനേ വീഡിയോ എഡിറ്റ് കേട്ടോ, എന്നിട്ട് വേണം ഇനിയിപ്പോൾ നമുക്ക് മേലോട്ട് പോകാൻ വേണ്ടി. വലിയ സമയമൊന്നും ഇല്ലല്ലോ, നമുക്കൊന്ന് ഉറങ്ങി എണീക്കാനുള്ള സമയമല്ലടാ. നമുക്കിപ്പോൾ ഇവിടുത്തെ 11 മണിയായില്ലേ? 9 മണി. ഗൈസ് നോക്കൂ, ഫൈനലി നമ്മൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതാട്ടോ ഇനി നമ്മൾ യൂറോപ്പിൽ ഉപയോഗിക്കുന്ന നമ്മുടെ പ്ലഗിങ് സാധനങ്ങളെല്ലാം ഓരോന്നോരോന്ന് കയറ്റി കൊണ്ടുപോകാട്ടോ. ഫൈനലി ഞങ്ങൾ എൻട്രി അടിക്കട്ടെ, ഇറങ്ങി. അബുദാബി കാലി കുത്തുന്നു, ഗ്രീസിൽ കാലി കുത്തുന്നു. ലിവിൻ്റെ കയ്യിൽ പിന്നെ ലാപ്ടോപ്പ് ഉണ്ട്, വീഡിയോ കയറ്റാൻ വേണ്ടി. നടന്നില്ല കേട്ടോ, ഒത്തില്ല. ഇനിയിപ്പം ഉള്ളിൽ നിന്ന് വീഡിയോ കയറ്റാട്ടോ. നല്ല ചൂടാട്ടോ പുറത്ത്, പെട്ടെന്ന് ചൂട് വന്നപ്പോൾ എന്താ പോലെ. ഇനിയിപ്പം മേളിൽ പോകണം കേട്ടോ. 3 അല്ലടാ പറഞ്ഞേ. ഇനി ഞങ്ങൾ ഡിപ്പാർച്ചറിൽ എത്തിയിട്ടോ. ഇവിടെ വെയ്സിൻ്റെ അവിടെയാണ്. അതാടാ വെയ്സ്. ലിവിനെ വെയ്സിൻ്റെ അവിടെ പോയി ഒരു ചെക്കിൻ ചെയ്യട്ടോ കേട്ടോ. ഇനി 2 പേർക്കും ടിക്കറ്റ് കിട്ടി. ഇനിയിപ്പോൾ എത്ര സമയം കൂടി വിചാരിച്ചെന്നറിയാം, ഈ ഓഞ്ഞ മോഹമുള്ളവന്മാര് എങ്ങനെ യൂറോപ്പിൽ പോകുന്നത്. ഇത്രയായിട്ട് ഞങ്ങളിത് മുടിഞ്ഞ് ചെക്കിങ് കേട്ടോ. ഫൈനലി എമിഗ്രേഷൻ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി കേട്ടോ. അത്യാവശ്യം നല്ല ചെക്കിങ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. ഞങ്ങൾ എമിറേറ്റ്സിന്റെ ഫ്ലൈറ്റിലാണ് പോകുന്നത്. എത്തുകാദിൻ്റെ വെയ്സ് ഓപ്പറേറ്റ് ചെയ്യുന്ന എത്തുകാദാട്ടോ. അപ്പോൾ എത്തുകാദിൻ്റെ സ്റ്റിക്കറൊക്കെയാണ്. ഗേറ്റ് നമ്പർ 9 ആണ് നമ്മുടെ ഫ്ലൈറ്റ്. ടൈം ആയിട്ടില്ല കേട്ടോ, 2:30 അല്ലേടാ? 2:30. അബുദാബി ടൈം 2:30 കേട്ടോ. ഫൈനലി ഞങ്ങൾ നേരെ ഫ്രണ്ടിലേക്ക് പോകണം. A9 ആണ് നമ്മുടെ ഏറ്റവും ലാസ്റ്റ്. അങ്ങനെയാണ്. ഇത് നമ്മൾക്ക് ഒരു യാദൃശ്യമായിട്ടൊരു ചേട്ടനെ കിട്ടിയാണ്. പേര് വിമൽ. വിമൽ ചേട്ടൻ എന്നാണ്, കണ്ണൂരുകാരനാണ്. ഇവിടെ നേരെ ഒരു മലയാളീനെ കണ്ടെന്നറിയോ? 1-2 ഇഷ്ടം പോലെ ആൾക്കാരെ കണ്ടു. ഗ്രീസിനുള്ള ഫ്ലൈറ്റാണ് നമ്മുടെ ഫ്ലൈറ്റ്. അവിടെ വേസിന് മാത്രമേ ഇങ്ങനത്തെ ഒരു ചോദ്യം എമിറേറ്റ്സിനോ എല്ലാവരും കയറിയാൽ മതിയായിരുന്നു. വിസിന് മൊത്തം ചോദ്യം. അതായത് എപ്പോഴും വിസ ചോദിക്കും, എല്ലാം തേങ്ങ മങ്ങ. ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചോട്ടോ. ലോഞ്ചിൽ പോയി ഒരു കലക്കാന്ന് വിചാരിച്ചോട്ടോ. ലോകത്തുള്ള കാർഡ് മൊത്തം കൊണ്ടേ കീച്ചി ഒത്തില്ല. പോലെ പിന്നെ മാസ്റ്റർ കാർഡാട്ടോ ഇവിടെ മെയിൻ. ഞങ്ങളെ ആദ്യം പോയിട്ട് ഈ ഗേറ്റ് A9 കണ്ടുപിടിക്കും. ഇവിടെ മക്ഡൊണാൾഡ്സ് ഉണ്ട്, മക്ഡൊണാൾഡ്സിൽ പോടാ ലിവിനെ. കഴിച്ച് മക്ഡൊണാൾഡ്സിൽ പോയി 2 ബർഗർ കഴിച്ചങ്ങ് തുടങ്ങിയാക്കാട്ടോ. എന്നാ ലോക്ക് അത് ലോക്കാവുന്നല്ലേ ഗൈസ്? വീഡിയോ കയറ്റുന്നാട്ടോ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഫൈനലി മക്ഡൊണാൾഡ്സ് കണ്ടുപിടിച്ചു. ഇതാണ് നമുക്ക് പറ്റിയ ഓപ്ഷൻ. ഇവിടെ കയറി സെൽഫ് ബുക്ക് ചെയ്യാൻ എടുത്താർത്തോ. ഇല്ലെങ്കിൽ ഞങ്ങൾ ഓർഡർ ചെയ്ത സാധനം വന്നു കേട്ടോ. ഇതിലേതാണ് ഐസില്ലാത്ത? 2 വയസ്സില്ല. വളരെ നന്നായി. ഐസ് ഇതാട്ടോ സാധനം. അതായത് ഫ്രൈസും ഇന്നും ബർഗറും ഇത് കഴിക്കട്ടെ കേട്ടോ. ഇനി അങ്ങോട്ട് ചെല്ലുമ്പോൾ എന്നെ ഭക്ഷണമൊന്നും ദൈവത്തിനില്ല. മക്ഡൊണാൾഡ്സ് ഈ പുറം രാജ്യത്തോട്ട് പോകാനുണ്ടല്ലോ, നമുക്ക് പറ്റിയ സാധനം അത്. പക്ഷേ ചൈന മാത്രം ഞങ്ങൾക്ക് ഒത്തില്ല കേട്ടോ. അല്ലടാ, ചൈന ഒത്തില്ല ഈ സാധനം. കസാഖ്സ്ഥാനിലില്ല. കസാഖിസ്ഥാനിലുണ്ട്, പക്ഷെ ചില സ്ഥലങ്ങളിലേ ഉള്ളൂ. മറ്റേ ബാക്കിയുള്ള സ്ഥലത്തേക്കാളും കൂടുതൽ ടാക്സ് വ്യത്യാസം. രണ്ടുപേർക്കും നല്ല രീതിയിൽ പനി കേട്ടോ. അതാ പറ്റിപ്പോയെ. കസാഖിസ്ഥാന് കയറിപ്പം പോലെയുള്ള പനിയാണ്. ഇറങ്ങി കഴിഞ്ഞപ്പം ഇന്നലെയൊക്കെ ഭയങ്കര പീക്ക് ലെവലായിരുന്നു. ഇനിയിപ്പം ഗ്രീസിൽ എങ്ങനെ ചോദ്യം ചെയ്യുന്നു, ഗ്രീസിൽ ഇനി എങ്ങനെ ചോദ്യം ചെയ്യുന്നൊന്നും അറിയത്തില്ല. ഫൈനലി ഇതിലാണ് നമുക്ക് പോകേണ്ടത്. അതായത് A9 ആണ്. ഞങ്ങൾക്ക് 100% ഉറപ്പാണ് ഞങ്ങളെ ഗ്രീസിൽ തൂക്കും. ഞങ്ങൾ ഗ്രീസിൽ പണിക്ക് വന്നതെന്ന് അവർ വിചാരിക്കും. ഇവിടെ തൂക്കി ഗൈസ്, എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് കേട്ടോ. നമ്മുടെ ബോർഡിംഗ് ഒക്കെ തുടങ്ങിയെന്ന് തോന്നുന്നു. വെയ്സ് ബഡ്ജറ്റായിട്ട് ഹാൻഡ് ബാഗും സംഭവമൊന്നും ഇല്ലല്ലോ, ഓക്കെയാണ്. പക്ഷെ അല്ലെങ്കിൽ ഓക്കെ അല്ല കേട്ടോ. അബുദാബിയുടെ പുറം കാഴ്ചകളാണ് സുഹൃത്തുക്കളെ നിങ്ങൾ കാണുന്നത്. ഇനി സമയമില്ല. പോലവി ഞങ്ങളുടെ ഒരു സബ്സ്ക്രൈബറിനെ കണ്ടുകൂട്ടി. ഞങ്ങളുടെ പണ്ട് മുതലേ വീഡിയോ ആണ് ചേട്ടൻ. പേരെന്നാ? എൻ്റെ പേര് അനിൽ. അനിൽ, വീട് എവിടെയാ? വീട് പാലക്കാട്. പാലക്കാട്. എൻ്റെ മക്കൾക്ക് ഒരു ചാനലുണ്ട്. അതെ. കൈസ് നോക്കി ഇവിടെ ഇഷ്ടം പോലെ മലയാളികളെ ഞങ്ങൾ കാണാൻ പറ്റി. ഒരുപാട് സന്തോഷം. പൊക്കോട്ടെ, ഞങ്ങൾ ഇനി അങ്ങനെ ഗേറ്റിൽ വണ്ടി കസാഖിസ്ഥാനി വെച്ചേക്കും. ട്രെയിൻ കിട്ടി കേട്ടോ. അടുത്തത് മലയാളിയാണ്. ഇവിടെ എത്തുകാതിൻ്റെ സ്റ്റാഫ് മൊത്തം എനിക്കൊന്ന് 60% മലയാളീസ് ആണല്ലേ. എന്തോരം ആൾക്കാരെ കണ്ടു ഞാൻ, കുറേ ആൾക്കാരെ കണ്ടു കേട്ടോ. ചേട്ടൻ എവിടെയാ? മലപ്പുറം. ഗൈസ് നോക്കും, ഞങ്ങൾക്ക് ഇനി ഇവിടുന്ന് പോകണം. അതായത് A9 ലാസ്റ്റ്. ഗൈസ് ഇതാ കേട്ടോ നമ്മുടെ A9. ഇവിടെയാണ് നമ്മുടെ ഫ്ലൈറ്റ് വരേണ്ടത്. പക്ഷേ ഫ്ലൈറ്റ് വന്നിട്ടില്ല കേട്ടോ, തുടങ്ങിയിട്ടില്ല. 2:45 ചേട്ടാ.
2:35 കേട്ടോ ഞങ്ങളുടെ ഫ്ലൈറ്റ് തുടങ്ങാൻ. ഇതെല്ലാം വിസേറിൻ്റെ ഏരിയ കേട്ടോ, എല്ലാം വിസാണ്. ഈ വിസ് ഓപ്പറേറ്റ് ചെയ്യുന്നത് എത്തിഹാദ. അവിടെയൊക്കെ എയർ അറേബ്യ കണ്ടത് പോയി കാണട്ടെ കേട്ടോ. അവിടെ ഫ്ലൈറ്റ് വന്നിട്ടില്ല ഗൈസ്, നമുക്ക് ഫ്ലൈറ്റ് വന്നിട്ടില്ല കേട്ടോ ഗൈസ്. ഈ കാണുന്നുണ്ടോ നമ്മുടെ ഗേറ്റ്, അതായത് ഇതല്ലല്ലോ, ഇതാ A9. ഫ്ലൈറ്റ് വന്നില്ല കേട്ടോ, തുറന്നില്ല ഗൈസ്. നോക്കൂ, ഫൈനലി നമുക്ക് പോകേണ്ട ഫ്ലൈറ്റ് എത്തി. പക്ഷേ ഇതുവരെ നമ്മുടെ ബോർഡിങ് തുടങ്ങിയിട്ടില്ല. NAD ഇതുപോലെ പരിപാടികളൊക്കെ കേട്ടോ. അത്യാവശ്യം ആളുണ്ട്. ഇത് ബഡ്ജറ്റ് എയർ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ആളുണ്ട് കേട്ടോ. എന്നാലും നമ്മൾ അവിടുന്ന് ഒന്നും അത്ര ജനം ഇല്ല കേട്ടോ. ഏതൻസിനുള്ള വിളി വന്നു കേട്ടോ, വലിയ തിരക്കില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു ഈ ഫ്ലൈറ്റ് ഫുള്ളായി, ഫ്ലൈറ്റ് ഫുള്ളല്ല. ഈ ഫ്ലൈറ്റിന് വരുന്ന എല്ലാവരും നല്ല ചോദ്യം ചെയ്ത്, അതുകൊണ്ട് ശ്രദ്ധാപൂർവ്വം വേണം കൈകാര്യം ചെയ്യാൻ. നല്ല ക്യൂ ആട്ടോ. അങ്ങനെയല്ല, ഇങ്ങനെ പോകുമ്പോൾ ആദ്യത്തെ പോകുമ്പോൾ അങ്ങനെ പോവുള്ളൂ. എത്തിക്കാതെ അല്ലെ വല്ല കോണ്ടസോ അല്ലെ വല്ല ലുഫ്തിയാനയോ ഇങ്ങനെയൊക്കെ പിടിക്കണം. എയറിന്റെയോ സംഭവമൊക്കെ ചിരിയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ബാഗോട് വെച്ചാൽ സീറ്റൊന്നും നഷ്ടപ്പെടില്ല കേട്ടോ, എല്ലാവരും ക്യൂ ആ. ഇത് ലോകത്ത് എവിടെ ചെന്നാലും ഒരേപോലെ പക്ഷേ സീറ്റ് ഒന്നും കുറയൂല. നമുക്ക് ഏറ്റവും ലേറ്റ് ആയി കഴിഞ്ഞാൽ അവരെല്ലാം കയറി കഴിഞ്ഞാൽ കയറുന്നുള്ളൂ കേട്ടോ. വെറുതെ അവിടെ പോയി എന്തിനാ നിൽക്കണേ. ഇല്ലായ്മയൊന്നുമില്ല കേട്ടോ, അത്യാവശ്യം നല്ല രീതിയിൽ ആളുണ്ട്. ഞങ്ങളേറ്റവും അവസാനം പോകാമെന്ന് വിചാരിച്ചിട്ടോ. കുറേ നേരം നിന്നിട്ട് കാര്യമില്ല. ഇത് അബുദാബിയുടെ കേട്ടോ, സ്റ്റാഫുകൾ മൊത്തം ഇതിന് ആദ്യമായിട്ടോ ഈ ഒരു കാലം സാധനത്തിന് വന്നിട്ട് പേടുന്നത്. വിസയും ടിക്കറ്റൊക്കെ 3-4 ഇതുണ്ട്. ഇതിനകത്ത് എത്തുകാതെന്ന് എഴുതിയേക്കുന്നത്. ഇനി ഇത് എത്തുകാതാട്ടോ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഭയങ്കര പ്രൊസീജിയർ. ഇതിനാ ചെന്ന് ഗ്രീസിന് ഇറങ്ങുന്നതെങ്കിൽ ഞങ്ങൾ നിന്ന് ഊരിക്കും. ദൈവത്തിനറിയാട്ടോ, അംഗം കേസാ. എയർബസിൻ്റെ 320 നിയോ നാരോ ജെറ്റ് തന്നെ. ഇത് വലിയ അത്ര വലുതൊന്നുമല്ല, ചെറുതാ. നല്ല അത്യാവശ്യം നല്ല ഫുള്ളാന്ന് തോന്നുന്നു കേട്ടോ ഗ്രീസ്. നമുക്ക് ഫൈനലി നമ്മളങ്ങനെ ഫ്ലൈറ്റിനുള്ളിൽ കയറും കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ കൺജസ്റ്റഡാണ് സംഭവം. നല്ല രീതിയിൽ സുഗുണൻ എയർപോർട്ട് സുഗുണൻ അതിൻ്റെ അതിരിപ്പുണ്ട് കേട്ടോ. പൈലറ്റ് ചിരി. ഇത് ബോയിങ് ആണ്, എയർബസ് ആണ്, സംശയം കേട്ടോ. നല്ല തിരക്കാടല്ലേ ഇവനെ, നല്ല തിരക്കാടാ. ഫുള്ളാട്ടോ. ഈ ഒരു ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ ഞങ്ങൾ കയറി. ഞാൻ വീഡിയോ എടുക്കാൻ നമ്മൾ പറഞ്ഞു വീഡിയോ എടുക്കലെന്ന് കേട്ടോ. എന്നിട്ട് പിന്നെ ആന്ന് പറഞ്ഞു വന്നു. ഈ ഒരു സൈഡ് സീറ്റിന് 10,000 രൂപ, സോറി 1000 രൂപ. ഇതിനും 1000 രൂപ. സീറ്റ് അങ്ങനെ സെലക്ട് ചെയ്യണം. സീറ്റ് സെലക്ട് ചെയ്ത് അതും കിട്ടിയത് നമ്മൾ വന്നപ്പോൾ അതേപോലെ തന്നെ ചിറകിൻ്റെ അടുത്ത് കേട്ടോ. അത്യാവശ്യം വലിയൊക്കെ ക്ലീനിങ് കേട്ടോ. ആൾക്കാർ സീറ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. നമുക്ക് സെലക്ട് ചെയ്യാം. ആൾക്കാർ സീറ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഭയങ്കര അലമ്പാ. ഞാനും ലിബിനും ഇതാക്കാണ്. അങ്ങോട്ട് നോക്കടാ, അങ്ങോട്ട് തിരിയടാ. കാണുന്ന 2 പേരേ ഉള്ളു കറുത്തിട്ടുള്ളവരുണ്ടോ. 3 പേര്. ഞങ്ങൾ 3 പേരേ ഉള്ളു. ബംഗാളി പറഞ്ഞ ബാക്കി എല്ലാവരും വെളുത്ത് തുടുത്തിരിക്കുക കേട്ടോ. അവരൊക്കെ നല്ല ഉള്ളിൻ്റെ ഉള്ളിൽ നല്ല ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ പിന്നെ പറയാം, ഇപ്പം പറയാൻ പറ്റൂല അല്ലേ ലിവിനെ. ഞങ്ങൾ ഈ ഒരു മുട്ടയെ 2 ആക്കാൻ വേണ്ടി ശ്രമിക്കും കേട്ടോ. ഫ്രണ്ട് കണ്ടു കഴിഞ്ഞാൽ ബോയിങ് പോലെയാണ്. പക്ഷേ ഇത് എയർബസ്സാണ്. എനിക്ക് എന്നെ അറിയത്തില്ല കേട്ടോ. വേറെ ഫ്ലൈറ്റുകളെല്ലാം ഇങ്ങനെ ഇരിക്കുന്നു. ഈ സാധനം അടിച്ചപ്പോൾ മാറിപ്പോയതായിരിക്കില്ല വേറെ ഫ്ലൈറ്റിൽ. അവർ സംസാരിക്കണ്ട, നമ്മളെ ഒരു നോട്ടോട്ട് വെച്ചാൽ സീറ്റ് പോലും ഉണ്ടല്ലോ, ഒന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒന്ന് ഫോൾഡ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇതേപോലെ ഇരിക്കുന്നു. പെട്ടി കഷ്ണം അടിച്ചിട്ടാക്കുന്ന സാധനം വലിയ അബദ്ധമായി കേട്ടോ. ജീവിതം പറ്റൂല. കെയർഫുൾ. ഇനി അടുത്ത ഫ്ലൈറ്റ് ഇതേപോലെ എടുക്കുകയുള്ളൂ അല്ലേ. മലയാളിടാ. നമ്മൾ ഇവിടുന്ന് ഏതൻസിൽ എത്തണേൽ ഏകദേശം 4 മണിക്കൂറും 50 മിനിറ്റും വേണം. ഇത് എയർബസ് ആട്ടോ. അനൗൺസ്മെന്റ് ചെയ്ത് എയർബസ് തന്നെയാണ് സാധനം. എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ടോ കേട്ടോ. ചേച്ചി പറഞ്ഞോ 4 മണിക്കൂർ കൊണ്ട് നമ്മൾ എത്തും. 4:45 5 മണിക്കൂർ 5 മണിക്കൂറൊക്കെ ഇത് ഓടിച്ചോടിക്കാൻ. കിഡിലൻ ഒരു ഹോട്ടലാണ് ബുക്ക് ചെയ്താക്കണേ. അവിടെ ചെന്ന് ഇറങ്ങും പറയാം കേട്ടോ. അപ്പുറം ഒരു അബുദാബി കിടപ്പുണ്ട് കേട്ടോ. ഒരു അബുദാബി, ഒരു എത്തിഹാദ്. നമുക്ക് ഗൾഫെയറാണ്, നമുക്ക് തിരിച്ച് ഗൾഫെയറാണ്. തൊട്ടിപ്പുറം ഒരു എത്തിഹാദ് കിടപ്പുണ്ട് കേട്ടോ. ഈ എമിറേറ്റ്സ്, അതായത് ദുബായ് എയർപോർട്ടിന് അത്ര വലിയ കണക്ടിവിറ്റി ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കാരണം അത്ര വലിയ റഷ്നെസ് ഒന്നും ഇവിടെ കാണുന്നില്ല. ഈ എയർപോർട്ട് തുറന്നു കൊടുത്തിട്ട് 4 മാസം അല്ലെങ്കിൽ പുതുക്കി പണിതിട്ട് 4 മാസം അങ്ങനെ എന്തൊരു സംഭവം ഉണ്ട് കേട്ടോ. അങ്ങനെയാണ് ഞങ്ങളുടെ നേരത്തെ കണ്ടപ്പോൾ ഒരു ചേട്ടൻ പറഞ്ഞു തന്നല്ലേടാ. എങ്ങോട്ടാ അത്? അതായത് ഇത് പുതുക്കി പണിതിട്ട് 4 മാസം ആണോ? അങ്ങനെ കേട്ടോ. ഇതൊന്നും ഒന്നുമല്ല, അപ്പുറത്തെ വശത്തെ കളം മൊത്തം ഇരിക്കുന്നത്. അവിടെയാണ് ഫ്ലൈറ്റ് മൊത്തം. ഇത് കുറേ ടെർമിനലുണ്ട് കേട്ടോ. ഇതൊന്നും അല്ല ABCD എന്നൊക്കെ പറഞ്ഞ് എയർ ട്രാഫിക് കൺട്രോൾ കാണാൻ നല്ല രസമാണ് കേട്ടോ. ഞാൻ ഇന്നലെ വരാൻ സാധനം ശ്രദ്ധിച്ചായിരുന്നു. ഇത് നല്ല രസമായിട്ട്. ഇത് നല്ലൊരു പ്രത്യേക ബ്യൂട്ടി ആൻഡ് ട്യൂറ്റിയാണ്. വളരെ വലിയ ഭീമാകാരനായ ആ എയർപോർട്ടിനോട് വിട ചൊല്ലി ഞങ്ങൾ പോവാ കേട്ടോ. ഞങ്ങളങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് യൂറോപ്യൻ മണ്ണ് കാലുകുത്താൻ വേണ്ടി പോകല്ലേ പിന്നെ. ആദ്യമായിട്ട്. നീ ഉറങ്ങുമല്ലേടാ? ഇല്ല, ഞാൻ ഉറങ്ങുന്നില്ല. നമ്മൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് യൂറോപ്പ് പോകാൻ പറ്റുന്നത്. ഞങ്ങളങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് യൂറോപ്പിന്റെ സ്റ്റാമ്പ് മേടിക്കാൻ വേണ്ടി പോകുന്നത്. ടേക്ക് ഓഫ് എന്ന് പുള്ളി പറഞ്ഞിരിക്കുക കേട്ടോ.
അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാണ് സുഹൃത്തുക്കളെ. അടിപൊളി. ലിബിന് ഉറങ്ങിപ്പോയി കേട്ടോ. ഇല്ല ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ അന്നപ്പോ കിളി കൂടെ ഒക്കെ കിളിനാഥം ഇങ്ങോട്ട് വന്നപ്പോഴാട്ടോ ഞങ്ങളുടെ രണ്ട് ചെവിക്ക് വേനെടുത്ത് ഫുള്ള് സമ്മർദ്ദമായിട്ട് സമ്മർദ്ദം ഭയങ്കരമായിട്ട് സമ്മർദ്ദം എടുത്ത് ഭയങ്കര വേനല്ല ആ ശരീരത്തിൽ പോയി. ഗൈസ് നോക്കൂ, എഞ്ചിൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് ഒച്ചയ്ക്ക് പിന്നെ ഒരു കുറവില്ല കേട്ടോ. ഫൈനലി നമ്മുടെ ഫ്ലൈറ്റ് അതാ പറന്നു പോകുന്നു. എൻ്റെ അങ്ങ് കുലുങ്ങുന്നു നോക്കിയ ഫ്ലൈറ്റ് ഇവിടുന്ന് കുലുങ്ങണ ഈ സാധനം എഞ്ചിൻ റൂമിൻ്റെ അടുത്തുള്ളതായിരിക്കാം. ഫൈനലി നമ്മുടെ ഫ്ലൈറ്റ് അങ്ങനെ പൊങ്ങി കേട്ടോ. അങ്ങനെ അബുദാബിയോട് വിട പറഞ്ഞ് നമ്മൾ നേരെ ഗ്രീസിലേക്ക് പോകാം കേട്ടോ. ഇവരൊക്കെ ഇഷ്ടം പോലെ അബുദാബി കൂടെ വണ്ടികൾ പോകുന്നതാണോ? എന്നാ റോഡ് സംവിധാനമാണെന്ന് നോക്കിയേ, അടിപൊളി. ഗൈസ് നോക്കൂ, ഇനിയിപ്പം നേരെ ഗൈസ് നോക്കൂ ഫൈനലി അങ്ങനെ ഫ്ലൈറ്റ് പൊങ്ങി. ഇനിയും ഗ്രീസിലെത്തിയിട്ട് വേണം. നല്ല രീതിയിൽ ചെവിക്ക് സമ്മർദ്ദമുണ്ട് കേട്ടോ, ഭയങ്കര വേദന ചെവിക്ക്. ലിബിനാണ് ഉറങ്ങുകയും ചെയ്തു കേട്ടോ. ചെവിയുടെ കാര്യം എന്താണെന്ന് വെച്ചിട്ട് എന്തോ സാധനം ചെവിയിലോട്ട് തള്ളി കയറുന്നവരെ പിന്നെ ഇറങ്ങി പോരുന്നില്ല. വണ്ടി ഫ്ലൈറ്റ് ഇറങ്ങുമ്പോഴേ ശരിയാകത്തുള്ളൂ കേട്ടോ. താഴെയൊക്കെ നല്ല രീതിയിലുള്ള ക്ലൗഡിയാണ്. ഗൈസ് നമ്മുടെ ഫ്ലൈറ്റ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് സൗദി അറേബ്യയുടെ മേളിൽ കൂടെ കേട്ടോ. പക്ഷേ ഭയങ്കര വലിയ രാജ്യമല്ലേ സൗദി, ഭയങ്കര വലിപ്പമുണ്ടോ. ഇവിടെ നിന്ന് നേരെ ഗ്രീസ്. ഇനിയുണ്ട് 3/4 മണിക്കൂറും കൂടെ കിട്ടും. 3/4 മണിക്കൂർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2:45 ഇനി ഉണ്ടാവും. ഇനി അത്രേ ഉണ്ടാവും. നേരത്തെ 3/4 മണിക്കൂർ ഇപ്പം എത്തിയത്. ഗൈസ് നമുക്ക് താഴോട്ട് വേറെ ഒന്നും കാണാനില്ല. വേറെ ഫ്ലൈറ്റ് വരുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ കാണുന്നൊരു കാര്യമാട്ടോ അതെ. കാടാ ഇതിപ്പോൾ 2ാമത്തെ ഫ്ലൈറ്റ് അല്ലേ ലിബി? ഇതിപ്പോൾ അടുത്തത് വരുന്നുണ്ട് കേട്ടോ. അതെ എന്ത് എവിടെടാ? ഗൈസ് ഇത് ഇവിടെ എവിടെയോ വരുന്നുണ്ട് കേട്ടോ. ഇതില്ലല്ലോ എത്തി. നേരത്തെ നമ്മളൊരു എമിറേറ്റ്സ് കണ്ടു. ഇതേതാ? ഇതേ പോകുന്നു സുഹൃത്തുക്കളെ. എവിടെയാടാ ലിബി? എന്തിയേ? അതെ 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 കണ്ടാടാ ലിബി? ഗൈസ് നോക്കിതേ, ഞാൻ ആദ്യമായിട്ട് കാണുന്ന കേട്ടോ. എവിടെ പോയടാ? ഗൈസ് കിട്ടി ഇതേ ഞാൻ ആദ്യമായിട്ടോ ഒരു ഫ്ലൈറ്റ് ഇങ്ങനെ പോകുന്നത് കാണുന്നത്. 2 കണ്ടു കേട്ടോ ഇതേപോലെ. എന്താണ് ഇത്ര ഫ്ലൈറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ GCC ആൻഡ് യൂറോപ്പ് കണക്ടിവിറ്റി ഏറ്റവും കൂടുതലുള്ള റൂട്ട് ആയത് കേട്ടോ. എൻ്റെ മുമ്പിൽ ഒരെണ്ണമുണ്ടായിരുന്നില്ലോടോ ലിബിയെ. എന്തിയത്? ഫൈനലി നമ്മുടെ ആദ്യത്തെ യൂറോപ്യൻ മണ്ണ് കണ്ടിരിക്കുകയാണ്. ഗ്രീസിൻ്റെ ഏതൻസ് ഭാഗങ്ങളാണ് സുഹൃത്തുക്കളെ കാണുന്നത്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ലാൻഡിങ് ഉണ്ടാകുന്നതാണ്. ഏതാണ്ട് നമ്മൾ താന്നെത്തി കേട്ടോ. അങ്ങനെ വ്യക്തതയില്ല ദൃശ്യത്തിന്. ഞാനും ഉദ്ദേശിച്ച യൂറോപ്പ് ഇതല്ല. അങ്ങനെ ഹൈവേ കണ്ടിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മുടെ ഫ്ലൈറ്റ് ഇറങ്ങും കേട്ടോ. അത് ഉറപ്പായി. ഇറങ്ങി ലാൻഡായി. യെസ് ഗൈസ്, ഫൈനലി നമ്മളങ്ങനെ ഏതൻസിൽ ലാൻഡായിരിക്കുകയാണ്. അങ്ങനെ ആദ്യത്തെ നമ്മുടെ യൂറോപ്യൻ മണ്ണിൽ നമ്മൾ കാലുകുത്തി. ഇപ്പം പടപടയെന്നൊരു സൗണ്ട് കേൾക്കാം കേട്ടോ. വളരെ സന്തോഷം. മുട്ടാതെ കാലുകുത്തി കേട്ടോ. കാലുകുത്തി ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി സന്തോഷമായി. ഇതുവരെ ഇവിടെ നേരം വെളുത്തു. ഇരുട്ടായിട്ടില്ല കേട്ടോ. ആദ്യം ഞാൻ പോയി ഈ യൂറോപ്യൻ മണ്ണിലൊന്ന് കാലുകുത്തട്ടെ. നമ്മൾ വന്ന് ഫ്ലൈറ്റ് ചെയ്താൽ കേട്ടോ. നമ്മുടെ കൊച്ചി എയർപോർട്ടിന് അത്ര ഉണ്ടാവും. ഇവിടെയും ഫ്ലൈറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെയും ഫ്ലൈറ്റ് ഉണ്ടോ? അത്ര വലുതൊന്നുമല്ല കേട്ടോ ഏതൻസ്. ഞാൻ വിചാരിച്ചു ഏതൻസിൽ പിന്നെ ഇത് ഒന്നുമല്ല. കൊച്ചിയിൽ എത്ര ഉണ്ടോ? ഇത് പറഞ്ഞു പോകുന്നു ഉണ്ടോ? പൈസ എന്തായാലും പോട്ടെ. എല്ലാം എമിഗ്രേഷൻ കഴിഞ്ഞു. ഇത് ബിസിനസ് എക്സിറ്റ് ആട്ടോ. പോട്ടെ. ഇത് തന്നെയാണ് ഞാൻ വിചാരിച്ചു. ഇത് തന്നെ ബിസിനസ് ക്ലാസ് ആണ്. അല്ല ബാഗേജ് എന്ന് അവിടെ എഴുതി വെച്ചേക്കാം. ഞാൻ കേട്ടത് ബിസിനസ് ക്ലാസ് എന്നാണ്. എന്നോട് എന്നെ ചോദിച്ചാൽ എന്നോടൊന്നും ചോദിച്ചില്ല. അപ്പം തന്നെ അടിച്ച് കൈ തന്നു കേട്ടോ. എല്ലാം ഞങ്ങൾ എയർപോർട്ടിൻ്റെ പുറത്തിറങ്ങി. ഞങ്ങൾക്കൊരു സിം വേണം. അപ്പോൾ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ വോഡാഫോണിൻ്റെ സിം എടുക്കുന്നത് അല്ലേടാ. ഇന്ത്യ പൊട്ടിപ്പോകാനായെന്ന് ഇവർ അറിഞ്ഞിട്ടില്ലല്ലോ. ഗൈസ് നമുക്ക് വോഡാഫോണിൻ്റെ ആകെ 30 GB. എത്രയാ? 30 യൂറോ. 30 യൂറോ എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ് എൻ്റെ പൊന്നെ ഏകദേശം 30 യൂറോ എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ ഏതാണ്ട് 2000 സംതിങ് രൂപ കേട്ടോ. എന്തൊരു എക്സ്പെൻസീവ് ആടാ. ആ ഫോൺ തന്നെ കൊടുക്കാം. അതിൻ്റെ അത് 2 SIM ഇൻ ബാക്ക് സൈഡ്. പ്ലീസ് കെയർഫുൾ. അപ്പോൾ ഫൈനലി വോഡാഫോൺ വീണു. എല്ലാം യൂറോപ്പിൽ ഇത് ഉപയോഗിക്കാമെന്നാട്ടോ പറഞ്ഞത്. ഫൈനലി ഞങ്ങളങ്ങനെ ഔട്ട് ചെയ്യാൻ പോവാണ്. ആദ്യം ഒരു ഹോട്ടലാണ് നമുക്ക് ബുക്ക് ചെയ്യേണ്ടത് കേട്ടോ. അതിന് ശേഷം ബാക്കി പരിപാടി. യെസ്, യൂറോപ്പിൻ്റെ മണ്ണിൽ ഞങ്ങൾ കാല് കുത്തിയിരിക്കുകയാണ്. കൊള്ളാല പരിപാടി. ഞങ്ങൾ ആദ്യം ഇവിടെയൊക്കെ നിന്ന് കറങ്ങട്ടെ കേട്ടോ. കറങ്ങിയിട്ട് ഇവിടെ യൂബർ കിട്ടുമോ
എങ്ങനെയാണ് സംഭവങ്ങൾ എന്നൊക്കെ ഉള്ളതൊന്ന് പഠിക്കട്ടെ. അത് അത്യാവശ്യം വലിയ എയർപോർട്ടാണ് കേട്ടോ, ചെറുതൊന്നുമല്ല, നല്ല തിരക്കുണ്ട്. എങ്ങോട്ടാ എന്താ പോകേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ആദ്യം ഞങ്ങൾ ഹോട്ടൽ ബുക്ക് ചെയ്യട്ടെ. പിന്നെ ഉള്ളു നമ്മളെടുത്ത സിമ്മില്ല വോഡാഫോണിൻ്റെ, അത് ഓൾ യൂറോപ്പിൽ കിട്ടും കേട്ടോ. പക്ഷേ എനിക്ക് ഭയങ്കര എക്സ്പെൻസീവായിട്ടാണ് തോന്നിയത്. ഇനി അറിയില്ല എക്സ്പെൻസ് ആണോ അല്ലേ എന്നുള്ളത്. യൂറോപ്പിനെ സംബന്ധിച്ച് അങ്ങനെ ആയിരിക്കാം ചിലപ്പം. ഇതൊക്കെ ആയിരിക്കും ഏറ്റവും ചെറിയ പൈസ. ഫുള്ള് ബെൻസാണല്ലോടാ, ബെൻസ് സ്കോഡയും ഗൈസ്, ബെൻസ് സ്കോഡയാണ്. ഞങ്ങൾ വെറുതെ നടക്കും കേട്ടോ. എടാ ലിബിനെ, എവിടെയാ ഹോട്ടൽ എടുക്കുക? ടാക്സിക്കൊക്കെ എത്രയാ? ഹൗ മച്ച്? ഗൈസ് ഒരു പിടുത്തം കിട്ടുന്നില്ല കേട്ടോ, എങ്ങോട്ട് നോക്കിയാലും. പക്ഷെ യൂറോപ്പ് തന്നെയാണോടാ, കണ്ടിട്ടൊരു യൂറോപ്പിൻ്റെ ഒരു ടച്ച് കിട്ടുന്നില്ല. നമ്മളിപ്പോഴും ഒരു യൂറോപ്പിലാന്നുള്ളൊരു ഇത് കിട്ടുന്നില്ല കേട്ടോ. നമുക്ക് ഇതിലൊക്കെ നടന്നു നോക്കാം. മെട്രോ പിടിക്കാൻ തീരുമാനിച്ചു കേട്ടോ. എങ്ങനെയാണെന്നൊന്നും അറിയത്തൊന്നുമില്ല, നമുക്ക് പോയി നോക്കാമല്ലടാ. മെട്രോ കയറിയിട്ട് ഏതൻസ് നമുക്ക് ഏതൻസ് ടൗണിലേക്ക് പോകട്ടെ. ഇപ്പോൾ എയർപോർട്ടിലല്ലോ അവിടെ ചെന്ന് ഹോട്ടൽ എടുക്കാം കേട്ടോ, അതായിരിക്കും ബുദ്ധി. മെട്രോ ആകുമ്പം ഓക്കെ ആയിരിക്കും. മെട്രോ ആകുമ്പോൾ പെട്ടെന്ന് എത്തുകയും ചെയ്യും, ബ്ലോക്കിലും കിടക്കണ്ട. അതെ ലിബിനെ, ഇതാണ് മെട്രോയ്ക്ക് പോകുന്ന വഴി. യെസ് ഗായ്സ്, ഇവിടെ ഒരു ഹോട്ടലുണ്ട് കേട്ടോ, അതത്ര എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. നിനക്കോ? എനിക്കത് ഇഷ്ടപ്പെട്ടു. ഫെസിലിറ്റി ഇല്ല, കൂടുതൽ പൈസ ചോദിക്കുന്നു. ഗൈസ് ഏതൻസിൽ പോവാണെങ്കിൽ, ഏതൻസ് ആണ് ഇവിടുത്തെ മെയിൻ ടൂറിസ്റ്റ് ഐക്കോണിക്കൽ പ്ലേസ്. അപ്പോൾ അവിടെ പോവുകയാണെങ്കിൽ നമുക്ക് എല്ലാ സ്ഥലത്തും ആക്സസും കിട്ടും, സംഭവങ്ങളൊക്കെ ഓക്കെ. അതെ, ഇതാന്ന് തോന്നുന്നു ടിക്കറ്റ് കൗണ്ടർ. ഏതൻസ് എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കും കേട്ടോ. സാധനം കിട്ടി, ഇതാണ് ടിക്കറ്റ്. എത്ര? 18 രൂപയല്ല, 18 യൂറോ. എന്നാ എന്താ പിടി, അത് ഇട്ടിട്ട് പോകണോ? ടാപ്പായിരിക്കും ഇവിടെ, ചാർജ് ചെയ്തൊന്നുമല്ലേ ഗൈസ്. ഇതാ കേട്ടോ, ഏത് ലൈനാന്നാണ് പറഞ്ഞത്? 10 മിനിറ്റിനുള്ളിൽ വരുമെന്നാണ് പറഞ്ഞത്. എൻ്റെ തുറന്നു. ഞാനൊക്കെ ആദ്യമായിട്ടാട്ടോ മെട്രോ ഒക്കെ എടുത്ത് സഞ്ചരിക്കുന്നത്. ലിബിനെ, ഏതൻസിനാണ് നമുക്ക് പോകണ്ടേ. ഇതെങ്ങനെയാണ് ഇതിൻ്റെ സംവിധാനമൊന്നും എനിക്ക് അറിയത്തുമില്ലല്ലോ. നമുക്ക് അവിടുന്ന് ചോദിച്ചുകൊണ്ടേ ഇരിക്കാം. ഏതൻസ്. ഞങ്ങൾ മെട്രോ സ്റ്റേഷനിലെത്തി. ഇവിടെ നമുക്ക് ആരെങ്കിലും ചോദിക്കാം കേട്ടോ. ഇവിടെ ആൾക്കാർ അത്ര സഹകരണമുള്ള ആൾക്കാരല്ല കേട്ടോ. ലിബിനെ, നല്ല തിരക്കാണ്. ഇന്ന് 2 പേർക്ക് ഏതൻസിലേക്കുള്ളത്. നോ ഇന്ത്യൻ. ഓക്കെ, അടിപൊളി. ഗൈസ് നോക്കുക, അതായത് 1600 സംതിങ് കേട്ടോ. എത്രയാ? എല്ലാം കളഞ്ഞില്ലേ? അല്ല, 1600. എൻ്റെ ഒന്നെ ഗൈസ്, ട്രെയിൻ വരണം. ട്രെയിൻ വന്നിട്ട് വേണം കേട്ടോ പോകാൻ വേണ്ടി. ഇവിടെയുള്ള ആൾക്കാരോട് ചോദിച്ചാൽ പറയില്ല, നമ്മൾ തോറ്റു കൊടുക്കാൻ തയ്യാറില്ല. ഞങ്ങൾ ഗൂഗിൾ മാപ്പ് ഇടും. ഞങ്ങൾ ഗൂഗിൾ മാപ്പ് ഇട്ട് പോട്ടോ. ബ്ലൂ ലൈൻ കേട്ടോ, നമ്മുടെ നാട്ടിലെ മെട്രോ. ഇവിടുത്തെ മെട്രോ തിരക്കെന്ന് പറഞ്ഞ സാധനമില്ല. 10 മിനിറ്റിങ്ങാനും കാണും ഇത് വരണേൽ. ഇടയ്ക്കിടയ്ക്ക് ലിവിൻ കുറച്ചുകൊണ്ടിരിക്കും കേട്ടോ. പനിയുടെ ഒരു ലക്ഷണമാണ് കാണിക്കുന്നത് അല്ലേടാ. എന്നാ ടിക്കറ്റ്? അതാ ട്രെയിൻ എത്തി കേട്ടോ, തിരക്കൊന്നുമില്ല കേട്ടോ. വലിയ തിരക്ക് ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. ഇരിക്കാനുള്ള സീറ്റൊക്കെ കിട്ടുമായിരിക്കാം. ഇവിടെ മറ്റേപ്പാട് വെപ്രാളൊന്നും പറ്റുമല്ലെന്ന് തോന്നുന്നു കേട്ടോ. ഇല്ല, ഞങ്ങൾ മെട്രോ കയറില്ല. ഇതാ മെട്രോ. ഈ കാണുന്ന ഈ ഒരു സംഭവം ഇതാണ് അതിൻ്റെ റൂട്ട്. അപ്പം നമ്മുടെ ഫ്രണ്ടിലുള്ള പുള്ളിക്കാരൻ പറഞ്ഞു ഇറങ്ങുന്നുണ്ടെന്നാണ്. അതിനാ രാജ്യത്തോടെ പോണെങ്കിൽ മെട്രോയ്ക്ക് പോയാൽ മതി. ഈ ഫ്രണ്ടിരിക്കുന്ന ചേട്ടൻ ഞങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് എവിടെ ഇറങ്ങേണ്ടതെന്നുള്ളത്. ഇപ്പോൾ എടുക്കുമായിരിക്കും. ഇവിടെ കണ്ണൂരിന് കാസൂരടാ, കണ്ണൂരിന് ക്ലാസ് വരാം. ഫൈനലി ഞങ്ങൾ റെയിൽവേ ഇറങ്ങി കേട്ടോ. ഇപ്പോൾ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഇത് അണ്ടർഗ്രൗണ്ടാണ്. ഭിക്ഷാടനം അതുപോലെയുള്ള കുറേ സംഭവങ്ങളുണ്ട്. ഒരു മെട്രോ വന്നു. ഇതാണ് വാക്മാൻ്റെ കാലത്ത് കേട്ടോ. അണ്ടർഗ്രൗണ്ട്, അതാ പണിപാളിപ്പേ. അല്ലാതെ നമുക്ക് എല്ലാ ലൊക്കേഷനും ഐഡന്റിഫൈ ചെയ്യുന്നത്. ഞങ്ങളുടെ നോയിസ് ക്യാൻസലേഷൻ ഇപ്പം ചെയ്തി ബാപ്പുവാ. ഞങ്ങൾ മെട്രോയിൽ നിന്ന് ഇറങ്ങി. ഇവിടെയൊക്കെ ഞങ്ങൾ ഗ്രീസിൻ്റെ ഫ്ലാഗ് ഒക്കെ ഉണ്ട്. പിന്നെ ഇല്ലേ നമ്മൾ സ്ഥലത്തെത്തി. ഇവിടുന്ന് ഏതാണ്ട് 3-3.5 കിലോമീറ്റർ ഉണ്ട്. ഞങ്ങൾ നടക്കാൻ തീരുമാനിച്ചു. കാരണം ഞങ്ങൾക്ക് ഇന്ന് ഇതിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പറ്റിക്കപ്പെടാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഇവനെ നടക്കാം കേട്ടോ. നോക്കൂ, ഫൈനലി ഞങ്ങൾ ഞങ്ങളുടെ റൂമിലെത്തി. ഇന്ന് കിടന്നുറങ്ങട്ടെ, നാളെ കാണാം കേട്ടോ.